ഷലോം, ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ ലൈവ് കട്ടാക്കിയത് കാരണം വെച്ചാൽ നെറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ, സന്തോഷമല്ലേ? ഇന്ന് രാവിലെ തന്നെ ഞാൻ ലൈവ് വന്നു ചിന്തിക്കുകയായിരിക്കും. കാരണം എനിക്ക് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് കിടന്ന് നല്ലൊരു ഉറങ്ങണം. അപ്പം പോകുന്ന വഴിക്ക് ലൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ലൈവ് വന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വാർത്തകളെല്ലാം കാണുന്നുണ്ട്, എല്ലാ വിവരങ്ങളും ഏകദേശമൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ സന്തോഷം. ഇസ്രായേലിൽ ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് തന്നെ എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെയാണ്, വലിയ പ്രത്യേകതയൊന്നുമില്ല. എല്ലാവരും സന്തോഷമായും സമാധാനത്തോടെയൊക്കെ പോകുന്നു. 24 ന്യൂസിന്റെ ഒരു വാർത്തയുടെ ഒരു ഇത് ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ഫേസ്ബുക്ക് പേജിനകത്ത് 24 ന്യൂസ് ഹാഷ്മിയെ ടാഗ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹാഷ്മി ഇങ്ങനെയൊന്നും അല്ല കരഞ്ഞത്. അപ്പം ഇനി കരച്ചിലിന്റെ ഒരു എന്താ പറയുന്ന രീതി മാറ്റിപ്പിടിക്കാം എന്ന് ചിന്തിച്ചിട്ട് മാറ്റിപ്പിടിച്ച് കരയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ തന്നെയും രസമുണ്ട് കേൾക്കാനായിട്ട്. ഈ അക്കരെ 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 സിനിമയ്ക്കകത്ത് ഈ പശുക്കൾ കരയുന്ന സമയത്ത് നമ്മുടെ മോഹൻലാൽ ചോദിക്കും, എന്താ ദാസ ഈ കരച്ചിൽ കേൾക്കാൻ നല്ലൊരു സുഖമില്ലേ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സുടുക്കളുടെ ഒരു കരച്ചിൽ കേൾക്കാൻ നല്ല സുഖമാണ്. അതൊരു ഒന്നൊന്നര സുഖമാണ്. അപ്പം ആ ഒരു നല്ലൊരു സുഖമുള്ള ഒരു കരച്ചിൽ അത് എല്ലാവരും കേട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഇത് എപ്പോഴും ഉള്ളതാണല്ലോ നമുക്കിങ്ങനെ. അവസാനം നമ്മളൊരു എന്താ പറയുക മാസ്മരികത നിറഞ്ഞ ഒരു കണ്ണുനീരിലൂടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, സ്വയം ആശ്വസിച്ച് നിറകുടമാകുന്ന ടീംസ് ആണല്ലോ നമ്മൾ പൊതുവെ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ആക്ച്വലി ഇസ്രായേലിന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കളയുവാനായിട്ട് ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിന്റെ ശക്തി, അതിന്റെ പ്രഹരത്തെ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ലൈവില്, അതിന്റെ പ്രഹരശേഷിയെ നശിപ്പിച്ച് കളയുവാനായിട്ട് ഇറാന്റെ മിസൈലുകൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് ആശ്വസിക്കുന്നത്. കരയുമ്പം ആ ഒരു തരത്തിലാണ് ഇപ്പൊ കരയുന്നത് തന്നെ. എന്തായാലും കരയട്ടെ. ആക്ച്വലി എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അയൺ ഡോം അല്ല ഈ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിച്ചത് എന്നുള്ള കാര്യമെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ജസ്റ്റ് എന്താണ് അയൺ ഡോം, എന്താണ് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന പ്രതിരോധ സംവിധാനം എന്തൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയുക. അല്ലാതെ ചുമ്മാ കിടന്നിട്ട് മെഴുകരുത്. അതാണ് കേരളത്തിന്റെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നും ഒരിടത്തൊന്നും അറിയത്തില്ല. എവിടുന്നോ ഏതോ ഇടുന്നൊരു വാർത്തയിൽ നിന്നും എന്തൊക്കെയോ എടുത്ത് പറയുന്നു എന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ എന്താണ് എന്താ പറയുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്നൊന്നും അറിയാതെ ചുമ്മാ കിടന്ന് കുരയ്ക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ തീവ്രവാദികൾ 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി സയ്യിദ് എടച്ചലപ്പലം ആദ്യം സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് നമുക്ക് കമന്റ് ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ കമന്റ് ഇടാം. ഓക്കെ, അപ്പൊ ചെല്ല് സയ്യിദ് എടച്ചെല്ലം ഒന്നങ്ങോട്ട് മാറിയിരുന്ന് കര ചെല്ല്. അപ്പം ഇസ്രായേലില് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ആക്രമിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞ എന്താണ്? കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത്, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന് എന്തു പറ്റി, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് വീഴ്ച പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ആഹ്ലാദിക്കുക. അയൺ ഡോം എന്ന് പറയുന്നത് എന്തിനാണ്? മിസൈലുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ളതാണ് അയൺ ഡോം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ കയറി വന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് എന്താ പറയുന്ന തോക്കുകളുമായിട്ട് വരുന്നവരെ പ്രതിരോധിക്കാനുള്ള ഒരു കമ്പ്യൂട്ടർ ഒന്നും അല്ല അയൺ ഡോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റോബോട്ട് അല്ല അയൺ ഡോം എന്ന് പറയുന്നത്. അതൊരു മിസൈൽ സംവിധാനമാണ്, ഒരു പ്രതിരോധിക്കാനുള്ള ഒരു മിസൈൽ സംവിധാനമാണത്.
അപ്പോൾ അതാണ് അയൺ ഡോം. അപ്പോൾ ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയത്തില്ല ഈ എന്താ പറയുന്ന ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അയൺ ഡോമിന്റെ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കളയുവാൻ, അതിന്റെ പ്രതിരോധ ശേഷിയുടെ ക്ഷതമേൽപ്പിക്കുവാൻ, അതിന് ഇത്രമാത്രമേ പ്രതിരോധ ശേഷി ഉള്ളൂ എന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കുവാനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുള്ള രീതിയിൽ കുരയ്ക്കുകയാണ്. സത്യത്തിൽ പ്രിയ സഹോദരങ്ങളെ, അയൺ ഡോം അല്ല ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ പ്രതിരോധം നടത്തിയത്. താഡ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. കാരണം ഇറാനിൽ നിന്നും അയച്ചിരിക്കുന്നത് ബാലസ്റ്റിക് മിസൈലുകളാണ് ഇറാനിൽ നിന്നും അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കണമെങ്കിൽ താഡ് എന്ന് പറയുന്ന ആ ഒരു ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ബാലസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് താഡ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം. അല്ലാതെ അയൺ ഡോം അല്ല ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേൽ. അയൺ ഡോം ഉപയോഗിച്ചിരിക്കുന്നത് ആകെ കൂടിപ്പോയാൽ നമ്മുടെ അവിടുന്ന് വന്ന ഡ്രോണുകളെ തകർക്കാനൊക്കെയാണ് അയൺ ഡോം യൂസ് ആക്കിയത്. അതുകൊണ്ടാണ് ഒരു ഡ്രോണും ഇവിടെ പതിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ ഇസ്രായേലിൽ ഒരു ഡ്രോണുകളും ഇവർ വിട്ട ആയിരക്കണക്ക് ഡ്രോണുകൾ ഇവിടെ വന്നിരുന്നു. അതിലൊരു ഡ്രോണും ഇസ്രായേലിൽ പതിച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? അയൺ ഡോം പ്രതിരോധിച്ചത് കൊണ്ടാണ്. പക്ഷെ താഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഡിഫൻസ് സിസ്റ്റമാണ് ആരുപയോഗിച്ചത്. ബാലസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കണമെങ്കിൽ താഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഡിഫൻസ് സിസ്റ്റം വേണം യൂസ് ചെയ്യാനായിട്ട്. അതാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ താഡ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം യൂസ് ചെയ്തപ്പോൾ ചിലതൊക്കെ നിലത്ത് വീഴാൻ കാരണം? അവർ 100-ൽ 99% എന്ത് ചെയ്തു? തകർത്ത് കളയുകയാണ് ചെയ്തത്. ബാക്കി 1% വന്നതാണ് നിലത്ത് വീണത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിഫൻസ് സിസ്റ്റത്തെ, താടെന്ന് പറയുന്ന പുതിയ ഈ ഡിഫൻസ് സിസ്റ്റത്തെ ഇതിനു മുമ്പ് ആര് പരിശീലിച്ചിട്ടില്ല? ഇസ്രായേൽ പരിശീലിച്ചിട്ടില്ല. അത് ചെയ്തിട്ടില്ല ഇസ്രായേൽ. അപ്പോൾ ഇപ്പോൾ 1-2 യുദ്ധത്തിൽ മാത്രമേ ഇസ്രായേൽ ഈ താഡ് എന്ന് പറയുന്ന പ്രതിരോധ ഡിഫൻസിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ അയൺ ഡോം ആവുമ്പോൾ അവർക്ക് അറിയാം എങ്ങനെ അതൊക്കെ ഉപയോഗിക്കണം. അതുകൊണ്ട് പട എന്ന് പറഞ്ഞുകൊണ്ട് അയൺ ഡോമിനെ യൂസ് ആക്കാൻ അവർക്കറിയാം. അയൺ ഡോമും ആണെങ്കിൽ നിസ്സാരമായിട്ട് ഒരെണ്ണം പോലും നിലത്ത് പതിക്കാതെ വണ്ണം അവർക്ക് പ്രതിരോധിക്കാൻ അറിയാം. സ്ഥിരമായിട്ട് അയൺ ഡോമിന്റെ ഡിഫൻസ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതാണ് അവര്. പക്ഷെ ഇസ്രായേൽ ഇപ്പോൾ അവർ ചെയ്തത് ബാലസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കണമെങ്കിൽ താഡ് സംവിധാനമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ താഡ് എന്ന് പറയുന്ന പ്രതിരോധ സിസ്റ്റത്തെ, അതായത് ഡിഫൻസ് സിസ്റ്റത്തെ ഉപയോഗിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഉണ്ടാകുന്ന പാകപ്പിഴകൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങൾ ഏതൊരു തൊഴിൽ ചെയ്താലും ആ തൊഴിൽ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് അതൊരു പെർഫെക്ഷൻ കൊടുക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് കുറച്ച് ഇപ്പം ഇസ്രായേൽ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ പോലും ഇത്രത്തോളം അവരിതിനെ പ്രതിരോധിച്ച് നിർത്തിയിരുന്നുവെങ്കിൽ അവരെ സമ്മതിച്ച് തന്നെ കൊടുക്കണം പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഇപ്പോൾ ഈ സുടുക്കളെല്ലാം വന്ന് കരയുന്ന ഒരു കരച്ചിലുണ്ട്. പണ്ട് ജൂത സ്ത്രീ കൊതമതിന് വിഷം വെച്ച് കൊടുത്തൊരു സമയമുണ്ടായിരുന്നു. കൊതമതിന് വിഷം കൊടുത്ത് കൊതമതിന്റെ കൊതം വരെ കീറിപ്പോയപ്പോഴും അന്നും സുടുക്കൾ കരഞ്ഞ ഒരു കരച്ചിൽ എന്താണെന്നറിയാമോ? ഈ ജൂത സ്ത്രീ കൊതമതിന് വിഷം വെച്ച് കൊതം വരെ പൊളിഞ്ഞു കിടന്നപ്പോഴും സുടുക്കൾ കരയുന്ന ഒരു കരച്ചിലെന്ന് പറയുന്നത്, ജൂത സ്ത്രീക്ക് ഞങ്ങളുടെ കൊതമതിന്റെ കൊതം കീറാൻ മാത്രമല്ലേ പറ്റിയുള്ളൂ, പക്ഷെ ഞങ്ങളുടെ കൊതമത് വഹിയിറക്കുവാൻ വേണ്ടി ഇട്ടുകൊണ്ടിരുന്ന ആയിഷയുടെ കളിസം കീറാൻ പറ്റിയില്ലല്ലോ, അതാണ് ഞങ്ങളുടെ കൊതമതിന്റെ വിജയം എന്ന് പറഞ്ഞ് കരയുന്ന സുടുക്കളാണ് നമ്മുടെ സുടുക്കൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പണ്ട് ജൂത സ്ത്രീ നമ്മുടെ കൊതമതിന് വിഷം വെച്ച് കൊടുത്ത സമയത്ത് കൊതമതിന്റെ കൊതം വരെ കീറിപ്പോയി വിഷം കൊടുത്ത്. അപ്പോഴും സുടുക്കൾ കരയുന്ന കരച്ചിൽ എന്താണ്? ഞങ്ങളുടെ കൊതമതിന്റെ കൊതം കീറാനല്ലേ പറ്റിയുള്ളൂ, ഞങ്ങളുടെ കൊതമതിന് വേണ്ടി കൊതമത് വഹിയിറക്കാൻ, അതായത് തള്ളാഹുവിന്റെ ആയത്തിറക്കി കൊടുക്കണമല്ലോ, അതിന് വഹി ഇറക്കണമെങ്കിൽ ആയിഷയുടെ ഷഡ്ഡിയും പാടിയും വിട്ടാലേ വഹി ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആയിഷയുടെ കളിസം കീറാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന സുടുക്കളാണ് ഇപ്പോൾ വന്ന് പറയുന്നത്, ഇറാന്റെ ശക്തിയെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇറാന്റെ കളിസം കീറിക്കിടക്കുക ഈ വിവരം കെട്ടവന്മാർ എന്ന് നന്നാകും എന്ന് ഈ സുടുക്കൾ എന്ന് പറയുന്ന ഈ കൊതമതിന്റെ ആൾക്കാർക്ക് ഈ ബുദ്ധി ഉണ്ടാകും? ഇറാന്റെ കളിസം കീറി ഇസ്രായേൽ കൊടുത്തു, അവന്മാരുടെ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു.
IRGCയിലുള്ള സകല നേതാക്കന്മാരെയും കൊന്നു. ഒരുത്തനെ കൊന്നു, അടുത്തവൻ വന്നു, അടുത്തവനെയും കൊന്നു. ഇപ്പൊ എലിമിനേറ്റ് ആയിട്ട് ഒരുത്തനും വരാനില്ല. അങ്ങനെ കളിസം കീറിക്കൊടുത്തു. പിന്നെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു, പിന്നെ എണ്ണ ഫാക്ടറികൾ തകർത്തു, പിന്നെ അവരുടെ വാർത്താ ചാനലുകൾ തകർക്കപ്പെട്ടു, പോരാത്തതിന് അവരുടെ ആഭ്യന്തര മന്ത്രാലയം തകർക്കപ്പെട്ടു, അതുപോരാത്തതിന് എന്താ പറയുന്ന അവരുടെ എയർപോർട്ടുകൾ തകർത്തെറിഞ്ഞു, പിന്നെ അവരുടെ ആയുധശേഖരം അവർ കരുതി വെച്ചിരുന്ന സ്ഥലം തകർത്തെറിഞ്ഞു, അങ്ങനെ അവരുടെ ആയുധങ്ങളെല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ പറ്റാവുന്ന മാക്സിമം അവരുടെ ഇസ്രായേലിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ നൃത്തം ചെയ്യുകയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും സുടുക്കൾ ഇപ്പോഴും കരഞ്ഞ് മെഴുകുന്ന കാഴ്ച എന്ന് പറയുന്നത് സുടുക്കൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അന്തിമ എന്തുവാ വിജയം കിട്ടിയത് ആർക്ക് കിട്ടിയെന്ന വിജയം കിട്ടിയതിന് തള്ളാഹുവിനും കൂട്ടർക്കുമാണ് എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്? സുടുക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഇനി ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇനി ആരൊക്കെ കൂട്ടം കൂടി എത്ര തന്നെ ഓട്ടം കറങ്ങിക്കൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാമെന്ന് ശ്രമിച്ചാലും ഒരു ശക്തിക്കും ഇസ്രായേലിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്ത് 0.1% മാത്രമേ ഉള്ളൂ. 0.1% എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് എണ്ണിപ്പറക്കി എടുക്കാൻ പോയാൽ 1 കോടിയിൽ അടിപ്പിച്ച് ഷുക്കൂർത്ത എന്താടാ നിന്റെ ഉമ്മയുടെ കൊതം വല്ലം പൊളിഞ്ഞു കിടക്കുവാണോ? ഷുക്കൂർത്ത ആണോടാ ഷുക്കൂർത്ത? എന്നാ ശരി, ആ തള്ളയുടെ ഗോതം പൊളിഞ്ഞു കിടക്കുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, അവളെ എത്രയും പെട്ടെന്ന് ആശുപത്രി എടുത്തുകൊണ്ട് പോയി നിന്റെ ഉമ്മാന്റെ ഗോതം റെഡിയാക്കാനുള്ള വഴി നോക്കുക. അല്ലാതെ ഇവിടെ വന്നിരുന്ന് കരയാതെ. നീ ഇവിടെ കരഞ്ഞാലുണ്ടല്ലോ കൂടുതൽ നേരം പിന്നെ കരഞ്ഞോണ്ട് നിൽക്കാനേ നേരം കാണത്തുള്ളൂ. നിന്റെ ഉമ്മയുടെ കോതം ചിലപ്പോൾ അവിടെ കിടന്ന് തന്നെ എന്ത് ചെയ്യും? ചീനഴുകും. അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്കിക്കോ. പറഞ്ഞ മനസ്സിലായോടാ കൊതമതിന്റെ മോനെ? കൊതമതിന്റെ മോന് കാര്യം വല്ലതും പിടികിട്ടിയോ? കൊതമതിന്റെ മോൻ ഷുക്കൂർത്തായ്ക്ക് വല്ലതും പിടികിട്ടിയോ? നിന്റെ തള്ളയുടെ കൊതം പൊളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ആ കൊതം പോയി ആദ്യം റിപ്പയർ ആക്കാൻ നോക്ക്. അവളുടെ ആ കൊതം റിപ്പയർ ആക്കി വന്നിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് എന്ത് ചെയ്യും? നീ ഒന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ അവിടെ കോതം എന്ത് ചെയ്യും? നല്ലതുപോലെ എന്ത് ചെയ്യും? അവിടെ കിടന്ന് ചീനഴുകും. നിന്റെ ഉമ്മാന്റെ കോതം, നിന്റെ ഉമ്മാന്റെയും ഭാര്യയുടെയും കോതം അവിടെ കിടന്ന് ചീനഴുകും. അപ്പൊ ആദ്യം പോയി ആ ചീനഴുകുന്നതിന് മുമ്പേ ആ കോതം പോയി റിപ്പയർ ആക്കാനുള്ള വല്ല വഴിയും നോക്കി അതിനുള്ള കാര്യം നോക്കുക. അല്ലാതെ ഇവിടെ കിടന്ന് മെഴുകി കിടന്ന് കരയാതെ. ശുക്കൂർത്ത ഊളെ. സത്യനാരായണ, ഇസ്രായേലിൽ എന്തു ചെയ്യാനാ? സിവിലിയൻസിന്റെ നേരെയല്ലേ ഇവന്മാര് പൊക്കിയിട്ടത്? കുഞ്ഞു മുഹമ്മദ്, അയ്യോ എന്തിനാടാ നീയൊക്കെ കൊതമതിന്റെ പേരെടുത്തിട്ടിരിക്കുന്നത്? കുഞ്ഞു കൊതമതേ, നീ ചത്തില്ലേന്ന്? ആഹാ, ജീവനോടെ ഇരിക്കുന്ന ഞാൻ നിന്റെയൊക്കെ പ്രേതമാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്ത് നല്ല മോഹം, നടക്കാത്ത ഒന്ന് മോഹം. എന്ത് നല്ല നടക്കാത്ത മോഹം നോക്കിക്കോണേ കുഞ്ഞു കൊതമതേ. അപ്പൊ ചെല്ല്, ചാകുമ്പോ ഞാൻ അറിയിക്കാം, മണിയടിക്കാം. അനസ് അസ്ന ഷോ കൊതം അസ്ന വന്നിട്ടുണ്ടേ. നമ്മുടെ കൊതം അസ്ന പറയുന്നത് കൊതം അസ്ന എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ഛർദിക്കാതെ പിന്നെ എന്തുവാ തോന്നുന്നേ? കൊതം അസ്ന എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് കൊതം. നിനക്ക് പേരിട്ടപ്പോൾ ഓർത്തില്ലായിരുന്നില്ലേ വീട്ടുകാര്? അതിന് പേര് അർത്ഥം ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. പറഞ്ഞു കണക്ക് നമുക്ക് ഇംഗ്ലീഷിൽ അത് കൊതം എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ. അനസ് അസ്ന
ഇതാണ് നമ്മുടെ അനസ് അസ്ന. ഇതിന്റെ രണ്ടിന്റെയും മോന്ത കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ തോന്നുന്നു. കാരണം കൊതത്തിലാണല്ലോ പ്രസവിച്ചിട്ടിരിക്കുന്നത്. അനസ് അസ്ന. ഈ രണ്ടെണ്ണത്തിന്റെയും മോന്ത കാണുമ്പോഴേ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെയും കൊതത്തി പ്രസവിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാ. കാരണം നിന്റെ പേര് തന്നെ അനസ് അസ്ന എന്നാ. അപ്പൊ കൊതം അസ്ന ചെല്ല്. ഓക്കെ, ശുക്കൂർത്ത നിന്റെ നാക്ക് വെട്ടി പൂച്ചയ്ക്ക് കൊടുക്കൂന്ന്. എടുത്തോ. ശുക്കൂർത്ത, എടാ കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിൽ വന്നല്ലോ. നീ കേരളത്തിൽ വന്നാൽ നിന്നെ തട്ടിക്കളയുമെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നിട്ട് പോയ കാര്യം നീ പോലും അറിഞ്ഞില്ലേ? ഷേ തുവാ ഇത്. എടാ ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നിട്ട് പോയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും പറയാവേ. ഫോൺ നമ്പർ അങ്ങ് എഴുതിയിട്ടേരെ കേട്ടോ. ശുക്കൂർത്ത കേട്ടോ, നാട്ടിൽ വരുമ്പോഴേ അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. ആ ഒരു ഫോൺ നമ്പറും കൂടി അങ്ങ് എഴുതിയിട്ടേരെ കേട്ടോ. കേരള സുഡാപ്പികളുടെ ഒരു കരച്ചലേ. കര മക്കളെ, കര 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 കര. എപ്പോഴും നമ്മൾ ഹാ ഹീ ഹൂവിനെ ഒരു പരുവാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു ഇറാൻ. എടാ കൊതങ്കീറി മോനെ, ഓട് കണ്ടം വഴിക്ക് ചെല്ല്. തള്ളാഹുവിന്റെ മോനെ, കൊതമത് നബിയെ, കാലന്ത് നിലത്തെ ഉറയ്ക്കാത്ത. അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എനിക്ക് ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീർത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യ സൈനബയെ കണ്ടപ്പോൾ ആശകൾ മൂത്തു, കൊതഭോഗം നടത്തി. അപ്പോൾ കേട്ടു തള്ളാഹുവിന്റെ കക്കൂസിന്ന് ഒടുക്കത്തെ പാട്ട്. ആറാണ്ടപ്പന് തള്ളാഹു കുക്കുംബർ, തള്ളാഹു കുക്കുംബർ. സൈനബാ മൂടുപോയി മൂടുപോയി മൂടുപോയി. അപ്പൊ ഇതാണ് നമ്മുടെ ശുക്കൂർ അണ്ണന്റെ കുടുംബവും ഗോത്രവും ഒക്കെ. കണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ. എന്നെ തട്ടാൻ ഒരു തീവ്രവാദിയാകാനും റെഡിയാണെന്ന് നമ്മുടെ ശുക്കൂറക്കയുടെ കമന്റാണ്. ശുക്കൂർത്തായുടെ ആ തീവ്രവാദി ശുക്കൂർത്തായ ഒന്ന് നമുക്ക് കാണിച്ചു തരാമല്ലോ. ഇതാണ് കേട്ടോ എന്നെ തട്ടാൻ വേണ്ടി തീവ്രവാദിയാകുന്ന ശുക്കൂർത്ത. 9388962220. സാരമില്ല പൊന്നുമൻ, അവിടെ എഴുതിയിട്ടേരെ കേട്ടോ. അപ്പം സഹോദരങ്ങളെ എല്ലാരും കണ്ടല്ലോ, നമ്മുടെ ശുക്കൂർത്ത ഇതാണ് എന്നെ തട്ടാൻ വേണ്ടി തീവ്രവാദിയാകാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്റെ പൊന്ന് റൌഫിക്കയുടെ കുണ്ടി പൊളിഞ്ഞടാ. ഇനി നിന്റെ കുണ്ടിയും കൂടി പൊളിയാണ് അധികം സമയം ഉണ്ടാകത്തില്ല. പണ്ട് എന്നെ തട്ടാൻ റൌഫിക്ക കുറെ പാടുപെട്ടതാ. റൌഫിക്ക എന്ത് ചെയ്യുന്നറിയാമോ? എന്നെ തട്ടിക്കളയാൻ വേണ്ടി ഹമാസിനോട് കെഞ്ചി നോക്കി, അൽഖ്വയ്ദയോട് കരഞ്ഞു നോക്കി. അങ്ങനെ അവരോടെല്ലാം കരഞ്ഞ് അവരോടെല്ലാം കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ റൌഫിക്കയുടെ കൊതം മൊസാദും റോയും കൂടി ചേർത്ത് പൊളിച്ചു കൊടുത്തത്. അങ്ങനെ റൌഫിക്ക ഇപ്പോൾ മാമാ കുണ്ടിക്കുൾ 2 ഗുണ്ടു മാമ എന്ന് കറങ്ങി നടക്കുക. അപ്പൊ നമ്മുടെ ശുക്കൂർത്ത പറയുകയാണ്, എന്നെ തട്ടിക്കളയാൻ വേണ്ടി ഞാനൊരു തീവ്രവാദിയാകാനും റെഡിയാണ്. അല്ലെങ്കിലും നീയൊക്കെ തീവ്രവാദിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഇനിയിപ്പൊ എന്നെ തട്ടിക്കളയാൻ വേണ്ടി മാത്രം നീ എന്തിനാ തീവ്രവാദിയാകുന്ന? അല്ലെങ്കിലും നീ തീവ്രവാദിയാ. എടാ ശുക്കൂർത്തായെ, നീ ഇവിടെ കമന്റിടാൻ വന്നപ്പോഴേ ഞങ്ങൾക്കറിയാം നീ ഒരു തീവ്രവാദിയാണെന്ന്, കൊതം തീവ്രവാദിയാണെന്ന് നമുക്ക് നല്ല വൃത്തിയാണ് അറിയാം. ഫോട്ടോ ഒറിജിനലാണ്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞോടാ ശുക്കൂർത്ത. ഫോട്ടോ ഒറിജിനലാണെന്ന്. ശുക്കൂർത്തയുടെ കുടുംബവും ഗോത്രവും ഒക്കെ ഒറിജിനലാണ്. പിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇല്ലെന്നാരാ പറഞ്ഞ? ഇതാ നമുക്ക് ശുക്കൂർത്തയുടെ ഭാര്യയും കൂടി ഒന്ന് പരിചയപ്പെട്ടേക്കാം. ശുക്കൂർത്തയുടെ ഭാര്യയും നമുക്ക് കാണാം. വരൂ. ഇതാണ് ശുക്കൂർത്തയ്ക്ക് കൊതം കൊടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ കൊതം അമ്മച്ചി. ആയിഷ എന്നാണോടാ പേര്? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ശുക്കൂർത്തയും കുടുംബവും എന്ന് പറയുന്നത്. അപ്പോൾ അലി ഷബീർ, നീ ചത്താൽ ലോകജനത ഫുള്ളും സന്തോഷിക്കും, അത്രയ്ക്കും വെറുക്കപ്പെട്ട ഒരു ജന്തുവാണ് നീ. എടാ ഞാൻ ചത്താ തുലുക്കന്മാരല്ലേ സന്തോഷിക്കത്തുള്ളൂ, ലോകജനതയെ നിങ്ങൾ എന്തിനാടാ കൂട്ടുപിടിക്കുന്നത്?
എടാ ഞാൻത്താലേ തുലുക്കന്മാരല്ലേ സന്തോഷിക്കത്തുള്ളൂ. നീയൊക്കെ ഇതിനെ ലോക ജനതയൊക്കെ കൂട്ടുപിടിക്കുന്നത്. ഡോണ്ട് യാ തുലുക്കന്മാർക്ക് കൂടുതൽ സന്തോഷമായിരിക്കും. പക്ഷെ ആ സന്തോഷം നടത്തിത്തരാൻ നിന്റെ തള്ളാകു റെഡിയല്ലല്ലോ. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇതേതാണ്ടാ തള്ളാകുൻ എന്നെ കൊല്ലാൻ വരിയാത്തത് കൊണ്ട് ഷക്കൂർത്ത പറയുകയാണ്, എന്നെ കിട്ടിയാൽ ഷക്കൂർത്ത എന്നെ കൊല്ലാനും ഒരു തീവ്രവാദിയാകി ഇറങ്ങുമെന്നാ പറയുന്നത്. അപ്പൊ വാ നേരിട്ട് നമുക്ക് കാണാം. അപ്പോൾ തള്ളാഹൂന് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സുടുക്കൾ ഇറങ്ങി നടക്കുന്നല്ലോ ദൈവമേ. അലിക്കൽ സെയ്ത് ഹാപ്പി ആണല്ലോ, താങ്ക്സ് ഇറാൻ എന്ന്. എന്തിന്? കളിസം കീറിയതിനോ? ഇറാന്റെ കളിസം കീറിപ്പോയതിനാണോ? അലിക്കൽ ഈ താങ്ക്സ് ഇസ്രായേലിനോ താങ്ക്സ് പറഞ്ഞതാണോ? ഇറാന്റെ കളിസം കീറി കൊടുത്തതിന്. ഓക്കെ നിന്നെ തട്ടും, എന്നെ ഞൊട്ടും, എന്നെ തട്ടും പോലെ. ശുക്കൂർത്തയുടെ ഒരു മോഹമേ. സ്വപ്നങ്ങൾ ഞങ്ങൾ സ്വർഗകുമാരിയെ കണ്ടല്ലോ. സ്വർഗകുമാരികൾക്ക് വേണ്ടി കാണുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ ഈ ഹൂറന്റെ, നമ്മുടെ ശുക്കൂർത്ത ഹൂറൻ എന്നെ തട്ടാൻ കൊട്ടേഷൻ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അണ്ടവും കളിസവും ഒക്കെ കീറി ഈ റൌഫിക്കയെ പോലെ മാമാ കുണ്ടിക്കുൾ 2 ഗുണ്ട് മാമ എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണോ ഈ ശുക്കൂർത്ത ഇനി കരയാൻ പോകുന്നത് ദൈവത്തിന് തന്നെ അറിയാം. ഇനി ആരെങ്കിലും കരയാൻ ബാക്കിയുണ്ടോ സഹോദരങ്ങളെ? ഇപ്പൊ കണ്ടോ ഇറാന്റെ കളിസം കീറിയതോടുകൂടി യവന്മാർക്ക് എന്റെ ലൈവ് വേണ്ട ബഹിഷ്കരിച്ചിരിക്കുന്നു. മറ്റത് അങ്ങനെയല്ല, ലൈവ് ഇട്ട ഉടനെ 600ഉം 700ഉം ഒക്കെ ആയിട്ട് ഓടി കയറും. എന്തിനാണെന്നറിയാമോ? ലൈവിനകത്തിരുന്ന് എന്താണ് ഇസ്രായേൽ നടക്കുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി ഓടി കയറുന്നതാ. ഇറാന്റെ കളിസം കീറി കൊടുത്തതോടുകൂടി ഇപ്പം അവന്മാർക്ക് ലൈവും വേണ്ട, ഒന്നും വന്ന് കിടന്ന് അടി കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കൊതമ്മദ് അലി PM പത്തനംതിട്ട. പന്നികളുടെ പ്രൊഫൈൽ അല്ലേടാ നീ ഇടേണ്ടത്. സിംഹത്തിന്റെ പ്രൊഫൈൽ ഇട്ടാൽ കൊതമ്മദ് അലി സിംഹത്തിന്റെ പ്രൊഫൈൽ ഇട്ടാൽ അത് ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ വാറിന്റെ ഇതാടാ റൈസിംഗ് ലൈനാണെന്ന് പറയുന്നത്. മുഹമ്മദ് അലി പത്തനംതിട്ട ഫേക്ക് ID ആണെന്ന് എനിക്കറിയാം. പക്ഷെ അവന്റെ എന്തുവാ ഇട്ടിരിക്കുന്ന ഇത് കണ്ടില്ലേ? ഇസ്രായേലിന്റെ ഫ്ലാഗിന്റെ ഇസ്രായേലിന്റെ ഫ്ലാഗ് എടുത്ത് വെച്ചിട്ട് മുഹമ്മദ്, നമുക്കൊന്ന് പരിചയപ്പെട്ടേരാം. മുഹമ്മദ് സ്വയം ട്രോളാൻ വേണ്ടിയിട്ടാണോ? മുഹമ്മദ് അലി പത്തനംതിട്ട. പാഥാനാം തീട്ട. മുഹമ്മദ് അന്നേരം ഈ മുഹമ്മദ് അലികളെല്ലാം ഒരുപോലെ തന്നെ നിങ്ങൾ പ്രൊഫൈൽ ഇട്ട് നടക്കുന്നത്. നിനക്ക് 2 പ്രൊഫൈലുണ്ടോ? അതായിരിക്കും. ഓക്കെ വേറൊരു പ്രൊഫൈലും ഉണ്ട്, ഈ ഒരു പ്രൊഫൈലും ഉണ്ട്. സെയിം ആള് തന്നെയാ കേട്ടോ. അവന്റെ പ്രൊഫൈൽ നോക്ക് പ്രിയ സഹോദരങ്ങളെ നിങ്ങള്. ഇതാണ് മുഹമ്മദ് അലി പത്തനംതിട്ടയുടെ പ്രൊഫൈല്. മുഹമ്മദ് അലിക്ക് കൊതമ്മദ് അലിക്ക് കൂടുതലൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റുന്നുണ്ട്. നീ പോടി അവരാതി പാടാ എന്തുവാ സ്റ്റാർ മോളെ എന്നായിട്ടിരിക്കുന്നത്. കൊതമ്മദ് അലി അങ്ങനെയാണ് ഇട്ടിരിക്കുന്ന ഫോട്ടോ നോക്കിയേ. റേസിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആടാ വിവരം കെട്ടവന്. നീ ഇതിട്ട് കഴിഞ്ഞ ആൾക്കാർ ഈ യുദ്ധസമയത്ത് എന്താ വിചാരിക്കും? നീ ഇസ്രായേലിന്റെ സപ്പോർട്ടെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അതുപോലും അറിയാത്ത കോയ. എടാ കോയക്കുണ്ടായവന് ഇവിടെ നീ ഇടേണ്ടത് പന്നിയുടെ ഫോട്ടോ. അല്ലാതെ നമ്മുടെ കൊതമ്മദ് അലിയെ ഒന്ന് കണ്ടു പരിചയപ്പെട്ടേക്ക്. അതാണ് കൊതമ്മദ് അലി എന്ന് പറയുന്നത്. കണ്ടല്ലോ,
ഇതാണ് കൊതമത് അലി എം പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പൊ കൊതമത് അലി ദയവ് ചെയ്ത് നാട്ടാമേ തീർപ്പം മാത്ത്, പ്രൊഫൈല് മാറ്റ്. നീ സിംഹത്തിന്റെ പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ പേരാ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. ഒസ്മാൻ അഹമ്മദ്, അയ്യോ ഇതൊക്കെ ഒരു സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ രസം ഉണ്ടായിരുന്നു. ഒസ്മാൻ അഹമ്മദേ, സഹോദരങ്ങളെ, ഒസ്മാൻ അഹമ്മദിന്റെ കമന്റ് നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ നിന്റെ സ്നേഹത്തിൽ വീണു, നിങ്ങൾ എന്നെ പോലെയാണ് സുന്ദരവും, വേഗം ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുകയും മക്കളുണ്ടാക്കുകയും ചെയ്യും. ഒസ്മാൻ അഹമ്മദേ, എന്താ ഒസ്മാൻ അഹമ്മദ് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നീ ഒരു പ്രൊഫൈൽ ഇട്ട് വരണ്ടേ? സ്വന്തം പ്രൊഫൈൽ വേണം. എനിക്ക് നിന്നെ ഒന്ന് കാണണ്ടേടാ ഒസ്മാൻ അഹമ്മദേ, നീ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതും ഫേക്ക് ഐ ഡി വന്നു. ഒസ്മാൻ അഹമ്മദ് എന്നോട് വിവാഹ അഭ്യർത്ഥന. തുലുക്കന്മാർക്ക് ആർക്കെങ്കിലും എന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പൊ ഒരുപാട് തുലുക്കന്മാർക്ക് ഞാൻ ഫാൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തുലുക്കന്മാർക്ക് ഇപ്പൊ എന്നെ കെട്ടാനുള്ള ആ മോഹമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ എന്തുവാ ദേഷ്യ ചുമ്മാ ഒക്കെ കാണിക്കുന്നതല്ലേ? കിട്ടിയ ഒരു അവസരം കിട്ടിയ അല്ലേ തുലുക്കന്മാരെ? അല്ലേ തുലുക്കന്മാരെ? ഒസ്മാനെ പ്ലീസ്, ഒസ്മാൻ അഹമ്മദെ സ്വന്തം പ്രൊഫൈലിൽ വാ. ഇതൊക്കെ പറയുമ്പം ഒന്ന് കല്യാണ അഭ്യർത്ഥനയൊക്കെ നടത്തുന്നതല്ലേ? അതൊക്കെ സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ടല്ലേ ഒസ്മാനെ കല്യാണ അഭ്യർത്ഥനയൊക്കെ നടത്തേണ്ടത്? ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് കല്യാണ അഭ്യർത്ഥന നടത്തി കഴിഞ്ഞാൽ എങ്ങനെ അത് സമ്മതിച്ചു തരാൻ പറ്റും? ഇനി ഏതെങ്കിലും തുലുക്കന്മാർക്ക് കെട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നെ ഉണ്ടോ? ഏതെങ്കിലും തുലുക്കന്മാർക്ക് ഇനി ആരെങ്കിലും വേറെ വല്ലതും കെട്ടണമെന്നുണ്ടോ? മോഹമില്ലാണ്ടില്ല. നടക്കട്ടെ, മോഹിച്ചോ. ഹക്കീം കഹൻഗാഡ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അതുകൊണ്ടാണോടാ നീ വന്ന് എപ്പോഴും എന്റെ കയ്യിൽ നിന്ന് അടിമേടിച്ച് നിന്റെ കൊതം പൊളിക്കാൻ വേണ്ടി കുണ്ടി കൊണ്ട് തരുന്നത്? എടാ ഹക്കീമേ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാതുകൊണ്ടാണ് എന്റെ ലൈവിൽ കയറി 24 മണിക്കൂറും വന്നിട്ട് റീന എന്റെ കൊതത്തിനകത്തോട്ട്, എന്റെ ഭാര്യയുടെയും എന്റെയും കൊതത്തിനകത്തോട്ട് ഇസ്രായേലിലെ മിസൈല് അവൻ ഇട്ടതിന്റെ ബാക്കിയുണ്ടെങ്കിൽ തന്നേരെ ഞങ്ങൾ താങ്ങാമെന്ന് പറഞ്ഞ് അടിമേടിക്കാൻ വരുന്ന നീ ആണോടാ വിവരം കെട്ടവനെ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ? കറങ്ങി എന്റെ പേജിൽ വന്ന് 24 മണിക്കൂർ അടി പഠിച്ചോണ്ടിരിക്കാനായിട്ട്. കൂതറേ, ഇതാ കഴിഞ്ഞ ദിവസവും അടി കൊണ്ട് കണ്ടം വഴി ഓടിയവനാ ഈ കൂതറ. ഇപ്പോഴും വന്നിരിക്കുക എന്റെയും എന്റെ മോളുടെയും കൊത ഒന്ന് പൊളിച്ചു തരുമോ എന്ന് ചോദിക്കാനായിട്ട് എന്നോട് വന്നിട്ട്. ഇസ്രായേലിലെ മിസൈൽ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ, ഇറാൻ വിട്ടതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ എന്റെ മോളുടെയും കൊതം ഒന്ന് എന്റെയും എന്റെ മോളുടെയും കൊതം ഒന്ന് പൊളിച്ചു തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക നമ്മുടെ ഹക്കീം. ഹക്കീം എന്തുവാടാ കൻഹൻഗഡ് എന്തുവാ ഇത് ഭാഷ? വിവരം കേട്ടവനെ ചുമ്മാ വലിഞ്ഞേറി അടി മേടിക്കാൻ വേണ്ടി കറങ്ങി കിടക്കുക. വിവരം കേട്ടവന്മാര് ഓട് കണ്ടം വഴിക്ക് വിവരദോഷികളെ. ഇസ്രായേലിനെ ചൊറിഞ്ഞ് അടിയും മേടിച്ച് കണ്ടം വഴിക്ക് ഓടിയിട്ട് അവസാനം വന്നിരുന്നങ്ങ് മോങ്ങുക. ഇസ്രായേലിന്റെ അടിയും കിട്ടിയതിന് ശേഷം എത്ര പ്രാവശ്യകൂടാ നിങ്ങൾക്ക് അടി കിട്ടണം? എവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് അടി കിട്ടണം? നിങ്ങൾ ഇനി എത്രയെല്ലാം വിചാരിച്ചാലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അല്ലാഹു വിചാരിച്ചാലും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാഹുവിന്റെ
മകൻ കൊതമത്, തലാഖുവിന്റെ അടിമ കൊതമത് നബിയില്ലേ, അവൻ വിചാരിച്ചാലും ഇസ്രായേലിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ഇനി എന്തെല്ലാം ചിന്തിച്ചാലും ആദ്യം നിങ്ങളെ യുദ്ധത്തിന് വേണ്ടി ഇറക്കി വിടും. എന്നിട്ട് അവനോടുന്ന് ഓട്ടം ഉണ്ട് ഒരു കണ്ടം വഴിക്ക്. ഞാൻ ആ ഭാഗത്തും കൂടി ഓടിയിട്ട് നിങ്ങളെ മുഴുവൻ എന്ത് ചെയ്യും, കരുക്കളാക്കി വിട്ടുതരും. പിന്നെ അടി കൊണ്ട് നിങ്ങൾ അങ്ങ് ചാകും. അത്രയേ ഉള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കാനായിട്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇനി ഇന്നല്ല, ഇനി എന്നും എന്നേക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരിക്കലും ഒസ്മാൻ അഹമ്മദെ സ്വന്തം പ്രൊഫൈലിട്ട് കമന്റിൽ വാ, നമുക്ക് സംസാരിക്കാം. ഇല്ലെങ്കിൽ നിന്റെ കമന്റ് ഞാൻ തീട്ടത്തിൽ വാരി എറിയും കേട്ടോ. ചെല്ല്, വിവരം കേട്ടവനെ. കുറെ നേരമായില്ലോ നീ അങ്ങ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് കറങ്ങി നടക്കുന്നേ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. ഇനി ആരോട്ട് വിചാരിച്ചാലും നടക്കത്തില്ല. നിങ്ങൾ എല്ലാവരും തന്നെ കുളങ്കര ഇപ്പൊ ഇറാനും ഇല്ല, ഖത്തറും ഇല്ലാണ്ടായി ഇവന്മാർക്ക്. ഇനിയിപ്പൊ ഏത് കരയിലോട്ട് നിൽക്കും നീയൊക്കെ? ഇറാനെയും നോക്കി ഖത്തറിനെയും നോക്കി നിന്നു. ഇനിയിപ്പൊ ഏത് കരയിലോട്ട് നിങ്ങൾ നിൽക്കും? നിങ്ങൾ തന്നെ ഇനി ഒന്ന് ആലോചിക്കും പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെ പറ്റിച്ച്, നിങ്ങളെ നശിപ്പിച്ച്, നിങ്ങളെ ഒരു തീവ്രവാദികളെ പോലെ ചിന്തിപ്പിച്ച് ലോകത്തിലെ സകല യഹൂദന്മാരെയും കൊന്നൊടുക്കണമെന്നും സകല ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കണമെന്നും നിങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ചത് സാത്താനാണ്. തള്ളാഹു എന്നുള്ള പേരിൽ സാത്താൻ നിങ്ങളുടെ മുമ്പിൽ കറങ്ങി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങളെ സാത്താനാണ് പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ ലോകം മുഴുവനും കൊതമതിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് മനഃപൂർവ്വം പിശാച് എന്ത് ചെയ്യുക? സാത്താൻ, തള്ളാഹു എന്ന് പറയുന്ന സാത്താൻ നിങ്ങളെ തള്ളാഹു എന്ന് പറയുന്ന സാത്താൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? കൊതമതെന്ന് പറയുന്ന ഒരു നബിയെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങളെ മനഃപൂർവ്വം നശിപ്പിക്കാൻ, ലോകത്തെ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളെ ഇങ്ങനെ വേട്ടപ്പെട്ടികളെ പോലെ ഇറക്കി വിട്ടിരിക്കും, അടിയും കൊണ്ട് ചാകാൻ വേണ്ടിയിട്ട്. നിങ്ങളോട് അല്പമെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ഇത്രയും വർഷമായില്ലേ, 1500 വർഷമായില്ലേ, നിങ്ങൾ 1500 വർഷമായിട്ട് നിങ്ങളുടെ തൂറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇസ്രായേലിനെ മുഴുവനും മുച്ചൂട് നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തള്ളാഹു എഴുതി വെച്ചിട്ട് ഒരു സെക്കൻഡ് മതിയല്ലോ നിങ്ങളുടെ തള്ളാഹുവിന് ഈ ഭൂമിയിൽ നിന്നും ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ നശിപ്പിക്കുവാനായിട്ട്. എന്തിന്? ഒരു യുദ്ധത്തിൽ നിങ്ങളുടെ തള്ളാഹു സഹായിച്ചാൽ മതിയല്ലോ. ഒരു യുദ്ധത്തിൽ നിങ്ങളുടെ തള്ളാഹു സഹായിച്ചാൽ മതിയല്ലോ. പിന്നെ ഇറാനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകൾ 400ഉം 500ഉം ബാലിസ്റ്റിക് മിസൈലുകളും 1000കണക്ക് ഡ്രോണുകളും അയച്ചപ്പോൾ നിങ്ങളുടെ തള്ളാഹു എന്ന് പറയുന്ന ശക്തിമാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്ന കാരുണ്യവാനും കരുണാനിധിയും മുക സ്റ്റാലിനും അതുപോലെ തന്നെ ഉദയനിധി മാരനുമായ നിങ്ങളുടെ തള്ളാഹുവിന് ഒരു സെക്കൻഡ് വിചാരിച്ചാൽ മതി ആ മിസൈലുകൾ ഇസ്രായേലിന്റെ തലയ്ക്ക് മണ്ടയിൽ കറക്റ്റായിട്ട് പതിക്കാൻ അനുവദിക്കുകയും ഇസ്രായേലിനെ തീർത്തു കളയുകയും ചെയ്യുന്നതിന് മതിയല്ലോ. എന്നിട്ടും നിങ്ങളുടെ തള്ളാഹുവിന് ആ കഴിവില്ല. നിങ്ങളുടെ തള്ളാഹു അടിയും വാങ്ങിക്കും, കണ്ടം വഴിക്ക് ഓടുകയും ചെയ്യും. ഇതാണ് നിങ്ങളുടെ തള്ളാഹുവിന്റെ പ്രത്യേകത. തള്ളുകൊണ്ട് മാത്രം ജീവിക്കുന്ന തള്ളാഹു. തള്ളി 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 ഒരു പരുവം വരെ നിങ്ങളെ ആക്കി. അടി കൊണ്ട് നിങ്ങളെ നാറാൻ വിട്ടു. നിങ്ങൾക്ക് ബുദ്ധി തന്നോ? ബുദ്ധി തന്നില്ല. കഴിവ് തന്നോ? കഴിവും തന്നില്ല. ഏതെങ്കിലും ഒരു തുലുക്കന് ഈ ഭൂമുഖത്ത് ലോകത്തിന് നന്മയായിട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇന്ന് എന്നെ തെറിവിളിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഫോണ് ആര് കണ്ടുപിടിച്ചതാ? ജൂതൻ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് ആര് കണ്ടുപിടിച്ചതാ? ജൂതൻ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ആര് കണ്ടുപിടിച്ചതാ? അത് ജൂതൻ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് അത് ആരുടേതാണ്? അത് ജൂതന്റെയാണ്. ഇങ്ങനെ ലോകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന സകല സാധനവും ജൂതന്റേതാണ്.
എന്നിട്ടും പറയും ജൂതനെ ഉന്മൂലന നാശം. നമ്മുടെ തള്ളാഹുവിന്റെ മക്കൾക്ക് ഒറ്റ കാര്യം മാത്രം അറിയാം, വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ അറിയാം, കുറെ ഓയിൽ ഉണ്ടാക്കാൻ അറിയാം. എല്ലാ രാജ്യത്തും കുറെ ക്രൂഡ് ഓയിലും ആ ഓയിലും ഈ ഓയിലും എന്തിന് സമയത്തിന് ഇവന്മാർക്ക് വെളിച്ചെണ്ണ കിട്ടിയില്ലെങ്കിൽ പെട്രോൾ വരെ എടുത്തു വെച്ച് ഇവന്മാരെന്തെങ്കിലും കൊതപോകം നടത്തും. അതിനുപോലും മടിയില്ലാത്ത വർഗങ്ങളാ. കൊതം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാത്രം വികസിപ്പിച്ചെടുക്കാൻ കൃത്യമായിട്ട് ഇവന്മാർക്ക് അറിയാം. ബാക്കി എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഈ ഭൂലോകത്ത്? കൊതമതിന്റെ ആൾക്കാരെ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം, നാണം ഉണ്ടോടാ നിങ്ങൾക്ക്? വിവരം കെട്ടവന്മാരെ, അല്പം നാണമോ അല്പം ഉളുപ്പെങ്കിലും ഉണ്ടോ നിനക്കൊക്കെ? ഒരു തള്ളാഹുവിന്റെ പേരും പറഞ്ഞ്, ഒരു കൊതമതിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ അടികൊണ്ട് ചാകാൻ നാട്ടുകാർ മുഴുവനും നിങ്ങളുടെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞു. ബോബൻ മുരളി പേജർ, അതും അതെ ജൂതനാണ്. അതെ, പേജർ വരെ വാങ്ങിച്ച്, ജൂതന്റെ പേജർ വാങ്ങിച്ച് ഉപയോഗിച്ച് അതും പൊട്ടിത്തെറിച്ച്. ഒന്ന് അലച്ചു നോക്കിയേ, എന്ത് പ്രയോജനം നിങ്ങളെ കൊണ്ടുണ്ട് ഈ ലോകത്തിന്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതേ യഹൂദന്റെ വാട്സപ്പ് എടുത്തുകൊണ്ട് വന്ന് ഫേസ്ബുക്കും എടുത്തുകൊണ്ട് വന്നിട്ട് പറയും കൊതം വീർപ്പിച്ച തള്ളാഹുവിനെയും വാഴ്ത്തും, അതുപോലെ കൊതം പൊളിഞ്ഞു കിടക്കുന്ന ഇറാനെയും വാഴ്ത്തും. ഇതല്ലേ ഉള്ളൂ ആകെ കൂടിയുള്ള നിങ്ങളുടെ ഗുണം എന്ന് പറയുന്നത്? ഇതല്ലേ ആകെ കൂടി നിങ്ങൾക്കുള്ള പ്രയോജനം എന്ന് പറയുന്നത്? ഇതുപോലെ നാണം കെട്ടവന്മാര് ലോകത്ത് വേറെയുണ്ട്, സ്വയം ട്രോളിച്ചാകുന്നവന്മാര്. ഇങ്ങനെ കാട്ടുകഴുതയെന്നല്ല, അതിനേക്കാളും കേവലം കെട്ട കോവർ കഴുതയേക്കാളും കഷ്ടമാണ് നിങ്ങളൊക്കെ. അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ നിന്നെയൊക്കെ മന്ദബുദ്ധിയങ്ങളെന്ന് വിളിക്കാമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ എന്റെ 24 ന്യൂസിന്റെ ചാനലിന്റെ താഴെ കൊണ്ടുവന്നിട്ടപ്പോഴത്തേക്കും ഇറാന് യുദ്ധം കൊണ്ട് ഇറാൻ ഉണ്ടായ ലാഭം എന്ന് പറയുന്നത് ഇറാനെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ പറ്റി, ഇസ്രായേലിന്റെ മാനക്കേടുണ്ടായി എഴുതിയിട്ടിരിക്കുക. കൊതമന്റെ മോനൊരു കമന്റ് ഇട്ടിരിക്കുക. ഇസ്രായേലിന് മാനക്കേടും ഉണ്ടായി, നാണക്കേടും ഉണ്ടായെന്ന് ഇറാൻ തന്റെ അഭിമാനം ഉയർത്തി, അവന്റെ കോതം കീറി കിടക്കുന്നതിന്റെയാണ് അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് പറയുന്നത്. സകല കമാൻഡർമാരും ചത്തു. ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞ് ആണവ ശാസ്ത്രജ്ഞന്മാർ, ഇവന്മാർ നന്മ ചെയ്യുമോ? അത് ചെയ്യത്തില്ല. ആരെങ്കിലും ഉണ്ടാക്കിയ ടെക്നോളജിയെ എടുത്തു വെച്ച് കുത്തിയിരുന്ന് അതിനകത്ത് വല്ല പുതിയ ടെക്നോളജി കണ്ടുപിടിച്ച് വെച്ചിട്ട് അതിനെയും ആയുധമാക്കി പൊട്ടിത്തെറിക്കാൻ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ നോക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള വർഗങ്ങള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയ്ക്ക് ഇവന്മാരെ കൊണ്ട് ഉള്ളൂ സ്വയം നാറി ചത്തവന്മാര്. പണ്ട് കാലങ്ങളിൽ മുഹമ്മദിന്റെ പേര് പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? അവരുടെ കൈവെട്ടും, കാലുവെട്ടും, കഴുത്തുവെട്ടും. പിന്നെ പറയണ്ട, കാർട്ടൂൺ വരച്ചതിന് ഒരാളുടെ തല വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ കൊതമതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിർവികാരം പൂണ്ട് ഇവന്മാർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന പേടിപ്പിച്ച് വെച്ചിരുന്നു നീയൊക്കെ. എന്നിട്ട് എന്തായി നിന്റെയൊക്കെ നീയൊക്കെ കൊടുത്ത പേടി എന്തായി സമൂഹത്തിന്? ഇതുവരയ്ക്കും ഇത്രയും മാത്രം ഏറിൽ കയറിയ ഒരു മനുഷ്യൻ, നിങ്ങൾ ഇനിയിപ്പോ ഗൂഗിളിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കണം, ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് കയറിപ്പോയ ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊതമത് എന്ന് നമുക്ക് പേര് കൃത്യമായി പറയാൻ പറ്റും. ഇത്രമാത്രം കയറി ഒരാൾ ലോകത്ത് വേറെയുണ്ടോ? ഇപ്പോഴും ഏറിയെന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. തള്ളാഹുവിന്റെ മോനെ, കൊതമത് നബിയെ, കാലത്ത് നിലത്തെ ഉറയ്ക്കാത്ത അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എനിക്ക് ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീർത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയെ സൈനബയെ കണ്ടപ്പോൾ ആശകൾ തോന്നി, കാമം തീർത്തു. അപ്പോൾ കേട്ടു തള്ളാഹുവിന്റെ അക്കൂസിന് ഒടുക്കത്തെ പാട്ട്, ആറാണ്ടപ്പന് സൈനബ മൂടുപോയി. ഇതാണ് കൊതമത് നബിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാനൊന്നും ഏറിയില്ല. എന്തുകൊണ്ടാ? തൂറാൻ എഴുതിയത് കൊണ്ട്. ആ തൂറാനൊന്നും എഴുതാതിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഏറിൽ കയറത്തില്ലായിരുന്നു. സകലതും യഹൂദന്റെ കോപ്പിയടി, സകലതും. സാദിക്ക് പുത്തന്ന താണി, എന്ത് പ്രഹസനമാണ് സജീദ്. എങ്ങനെ സാധിക്കുന്നടാ ഉവ്വേ നിനക്കൊക്കെ?
സ്വന്തം കൊതം പൊളിഞ്ഞു കിടന്നാലും എടാ നിനക്കൊരു കാര്യം അറിയാമോ? പണ്ട് ജൂത സ്ത്രീ എന്ത് ചെയ്തെന്ന് അറിയാമോ? കൊതമതിന് വിഷം വെച്ച് കൊടുത്തു. അങ്ങനെ ജൂത സ്ത്രീ കൊതമതിന് വിഷം വെച്ച് കൊടുത്തപ്പോഴത്തേക്കും കൊതമതിന്റെ കൂട്ടർ എന്താ പറഞ്ഞെന്നറിയാം? അത് തന്നെയാ നീയും പറയുന്നത്. ജൂത സ്ത്രീ കൊതമതിന്റെ വിഷം വെച്ച് കൊടുത്തപ്പോഴത്തേക്കും കൊതമതിന്റെ കൂട്ടർ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് നിന്നെ കണ്ടിട്ട് പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. ദാ അടി കണ്ടം വഴിക്ക് കൊണ്ട് ഓടിയവനാ കഴിഞ്ഞ ദിവസം. എന്നാലും ഒരു ഉളുപ്പുമില്ലാതെ നമ്മൾ ഇനിയും നമ്മൾ ഇരന്ന് അടി മേടിക്കാൻ വരുന്ന മക്കളാണ്. കാരണം കൊതമതാണല്ലോ നമ്മുടെ തന്ത. അപ്പൊ ഇരന്ന് അടി മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരം ശീലമാണ്. ദാ സാദിക്ക് പുത്തനത്താണി പറയുകയാണ്, പണ്ട് കണക്ക് ജൂത സ്ത്രീ എന്ത് ചെയ്തു? കൊതമതിന് വിഷം വെച്ച് കൊടുത്തിട്ട് അവന്റെ കൊതം പൊളിഞ്ഞുപോയി. കൊതമതിന്റെ ഇവന്റെ മുത്തുനബിയില്ലേ മുഹമ്മദ്, അവനെയാണ് കൊതമത് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അവന്റെ കൊതമത് എന്ന് വിളിക്കുന്ന അറിയാമോ? സാദിക്ക് പുത്തനത്താണി കേൾക്കുന്നുണ്ടോ നീ വല്ലതും? എന്തുകൊണ്ടാ നിന്റെ കൊതമത് എന്ന് അവനെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുത്തലിബിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. ഖൊദം എന്നൊരു മകൻ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തലിബിന്റെ മകൻ മരിച്ചുപോയപ്പോൾ മുത്തലിബിനുണ്ടായ മോനാണ് ഈ കൊതമത് എന്ന് പറയുന്നത്, നിന്റെ മുഹമ്മദ് നബി എന്ന് പറയുന്ന കൊതമത് നബി. അങ്ങനെ ആ മുഹമ്മദ് നബി എന്ന് പറയുന്ന കൊതമത് നബിക്ക് മുത്തലിബ് തന്റെ മകൻ കൊതം മരിച്ചു പോയപ്പോഴത്തേക്കും ഇട്ട പേരാണ് കൊതം. എന്തോ ആമിന താത്താക്ക് പിൽക്കാലത്ത് അറിയാമായിരുന്നു ഈ കൊതം എന്ന് പറയുന്ന സാധനത്തിലൂടെ നമ്മുടെ പിള്ളേരെല്ലാം ടെക്നോളജി പ്രകാരമായിട്ടുള്ള പല കാര്യങ്ങളും നടത്തുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആമിന താത്ത എന്ത് ചെയ്തു? ആ കൊതം എന്നുള്ള പേര് മാറ്റിയിട്ട് മുഹമ്മദ് എന്നാക്കി. പക്ഷെ എനിക്ക് മുത്തലിബ് ഇട്ട കൊതം എന്നുള്ള പേരാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നിന്റെ നബിക്ക് കൊതമത് നബി എന്ന് പേരിട്ടിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇത് ഞാനായിട്ട് ഇട്ടതല്ല, നിന്റെ കൊതമത് നബിയുടെ ഉപ്പുപ്പ ഇട്ട പേരാണ് കൊതം. അതുകൊണ്ട് കൊതമത് എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഈ കൊതമതിന്റെ കൊതം പൊളിച്ചു കൊടുക്കാനായിട്ട് ജൂത സ്ത്രീ എന്ത് ചെയ്തു? വിഷം വെച്ച് കൊടുത്തു. അങ്ങനെ വിഷം വെച്ച് കൊടുത്തപ്പം ജൂത സ്ത്രീ വെച്ച് കൊടുത്ത വിഷത്തിനകത്ത് നിന്റെ കൊതമത് നബിയുടെ അണ്ടം കീറി, കൊതം രണ്ടായിട്ട് അങ്ങ് കീറിപ്പോയി. അങ്ങനെ കൊതം രണ്ടായിട്ട് അങ്ങ് കീറിയിട്ട് 2 വർഷം വരെ കൊതമത് എന്ത് ചെയ്തു? വഹി ഇറക്കാൻ കഴിയാതെ അവിടെ കിടന്നു. അപ്പോഴും ഈ സാദിക്ക് പുത്തനത്താണ് നീ കരയുന്നത് പോലെ തന്നെയായിരുന്നു അന്നുള്ളവരും ഇന്നുള്ളവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞ് കരഞ്ഞെന്ന് അറിയാമോ? ഓ, ഞങ്ങളുടെ കൊതമതിന്റെ കൊതം പൊളിച്ചു കീറാനല്ലേ ജൂത സ്ത്രീയുടെ വിഷം കൊണ്ട് കഴിഞ്ഞോളൂ. പക്ഷെ ഞങ്ങളുടെ കൊതമത് ആയിഷയുടെ ഷഡ്ഡിയും ബ്രായും ഇട്ടുകൊണ്ട് ഞങ്ങളുടെ തള്ളാഹു ഇറക്കുന്ന വഹി ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആയിഷയുടെ ഷഡ്ഡിയും ബ്രാഴിയും ഇട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആയിഷയുടെ കളസം കീറാൻ പറ്റിയില്ലല്ലോടി എന്ന് പറയുന്നത് പോലെ ഉണ്ടടാ കൂതറയ്ക്കുണ്ടായവനെ. മനസ്സിലായടാ? കൊതമത് നബിയുടെ അണ്ടം കീറുമ്പോഴും ആയിഷയുടെ കളിസം കീറിയാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഒരുതരം മാനസിക രോഗികളാണ് നീയൊക്കെ. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ. ഇവന്മാരുടെ കരച്ചിലെന്ന് പറയുന്ന അത്രയ്ക്കേ ഉള്ളു പ്രിയ സഹോദരങ്ങളെ. കൊതമതിന്റെ കൊതം കീറി കിടന്നപ്പോഴും, ജൂത സ്ത്രീ കൊടുത്ത വിഷത്തിനകത്ത് കൊതമതിന്റെ കൊതം കീറി കിടന്നപ്പോഴും ഇവന്മാര് പറഞ്ഞ ഡയലോഗ് എന്താണ്? ഞങ്ങളുടെ കൊതമത് നബിയുടെ കൊതവല്ലേ കീറിക്കളയാൻ പറ്റുള്ളൂ, പക്ഷെ വഹി ഇറക്കാൻ എപ്പോഴും ആയിഷയുടെ ഷഡ്ഡിയും പ്രായും ഇട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കൊതമത് നബി ഇട്ടുകൊണ്ടിരിക്കുന്ന ആയിഷയുടെ കളിസം കീറാൻ പറ്റിയില്ലല്ലോ, ജയ് കൊതമത് നബി എന്ന് പറഞ്ഞ് കരയുന്നവന്മാരാ ഈ കൂട്ടങ്ങള്. അതാ വന്ന് പറയുന്ന ഇസ്രായേലില് ഇറാന് സകല അണ്ടഘടകങ്ങളും കീറിക്കിടക്കുമ്പോഴും ഒരു കൂസലും ഇല്ലാതെ വന്നിരുന്നു പറയാ, വിവരം കെട്ടവന്മാരെ, ഇസ്രായേലിൽ എന്ത് ചെയ്യാൻ നിന്നെ കൊണ്ടൊക്കെ കഴിഞ്ഞു? പറയണടാ വിവരം കെട്ടവനെ, നാണം ഉണ്ടോടാ നിനക്കൊക്കെ? സ്വയം ഉളുപ്പുണ്ടോടാ? സ്വയം ട്രോളിച്ചാകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. വിവരം കെട്ടവനെ, നിന്നെപ്പോലുള്ള ഒരു ട്രോളുന്നൊരു കൂതറയെ ആരും കണ്ടിട്ടുണ്ടാവത്തില്ല. സ്വയം ട്രോളിച്ചാകാൻ വേണ്ടി എന്റെ കമന്റ് ബോക്സിനകത്ത് ഇറങ്ങിയിരിക്കുന്ന കൂതറ. അവന്റെ കൊതം പൊളിഞ്ഞു കിടക്കുമ്പോഴും പറയുന്നത് എന്തുവാ? കളിസം കീറിയില്ലല്ലോ, കൊതവല്ലേ പൊളിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ജയ്ക്ക് കളിസത്തിക്ക് ജയ് എന്ന് പറയുന്നവന്മാരാ. മനസ്സിലായോ?
ബിൻസി ബിൻസി മോളെ, ഒന്ന് ആലോചിച്ച് നോക്കണേ പ്രിയ സഹോദരങ്ങളെ. മഹേഷ് യൂറ്റി, എന്റെ പൊന്നുമോനെ, ഹാഷ്മിക്കുള്ളത് വയറ് നിറച്ച് 24 ചാനലുകാർ തന്നെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഹാഷ്മി ഇരുന്ന് കരഞ്ഞ് 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 തീർത്തതിന് ഇന്ന് 24 ചാനലുകാർ തന്നെ ഇറാന്റെ കൊതം പൊളിഞ്ഞ ഡോക്യുമെന്ററി എടുത്തിട്ടിട്ടുണ്ട്. അതോടുകൂടി ഹാഷ്മിയുടെ കൊതം ഏകദേശം പൊളിഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഇസ്രായേലിന്റെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാന്റെ കിണ്ണവിരലിന് സമമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇറാന്റെ കിണ്ണവിരലിന് പോലും സമമില്ല. അത്ര വലിയ ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്മേൽ നടത്തിയ ആക്രമണത്തിൽ സകല ശാസ്ത്രജ്ഞന്മാരെയും കൊന്നുകളഞ്ഞു, അവരുടെ കമാൻഡർമാരെ കൊന്നുകളഞ്ഞു, അവരുടെ ആഭ്യന്തര മന്ത്രാലയം തകർത്തു കളഞ്ഞു, അവരുടെ എയർപോർട്ടുകൾ തകർത്തു കളഞ്ഞു, അവരുടെ വിമാനങ്ങൾ തകർത്തു കളഞ്ഞു, അവരുടെ എണ്ണ സംഭരണികൾ തകർത്തു കളഞ്ഞു, അവരുടെ ആയുധശേഖരം തകർത്തു കളഞ്ഞു, അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു കളഞ്ഞു. ഇനി അവരുടെ കളസവും കൂടി കീറിയാൽ മാത്രം മതി, ബാക്കി എല്ലാം തീർത്തു. എന്നിട്ടും വിവരം കെട്ടവന്മാര് വന്നിരുന്നിട്ട് സ്വയം ട്രോളി അങ്ങ് ചാകുകയാ. ഒന്നാലോചിച്ച് നോക്ക് പ്രിയ സഹോദരങ്ങൾ, ഇത്രമാത്രം അധംപതിച്ചവന്മാരാ, ഒരിക്കലും നന്നാകത്തില്ല. ഈ കൊതമതിന്റെ മതക്കാര് ഈ ഭൂമുഖത്ത് ഇത്രയും വിവരം കെട്ടവന്മാർ ഈ ലോകത്ത് ഉണ്ടാകത്തില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. മനസ്സിലായോ? പ്രശാന്ത് PS, സത്യവാ. 10 ജൂതന്മാർ ഒരുമിച്ച് ഇന്ന് വാണം വിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഒരു 10 ദിവസം കൂടി ഒരു യുദ്ധം നീണ്ടു നിന്ന് നോക്കട്ടെ. ഈ 10 ദിവസവും കൂടി ഒരു യുദ്ധം, ഈ യുദ്ധം നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇറാന്റെ ഭൂരിഭാഗവും പിറക്കിയെടുക്കാമായിരുന്നു. പിന്നെ ഇസ്രായേലിന്റെ വേറൊരു പ്രത്യേകിച്ച് സിവിലിയൻസിനെ ഇസ്രായേൽ തൊട്ട് കളിക്കത്തില്ല. ഇവന്മാർക്ക് ആകെ കൂടി എന്തുണ്ടായിരുന്നു ലാഭമെന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കി. ഇവന്മാർക്ക് എന്തായിരുന്നു ബാക്കി കൂടി ഉണ്ടായിരുന്ന ഒറ്റ ലാഭം എന്ന് പറയുന്നത്? കുറെ വാണം വിട്ട മിസൈലുകൾ അവന്മാർ സൂക്ഷിച്ചു വെച്ചിരുന്ന വാണം എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് പറത്തി വിട്ടു. ഇവിടെ ഇസ്രായേലിന് താടെന്ന് പറയുന്നവരുടെ പ്രതിരോധ സംവിധാനം എങ്ങനെ ഉപകാരപ്പെടുത്തണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? താടെന്ന് പറയുന്നവരുടെ പ്രതിരോധ സംവിധാനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നവർക്ക് പഠിക്കാനൊരു അവസരം കൊടുത്തു. അത്രയേ ഉള്ളൂ ഇസ്രായേൽ ചെയ്ത. അല്ലാതെ ഇസ്രായേലിന് എന്ത് ചെയ്യാൻ പറ്റി? എന്തിനു ഒരു സോൾജറെങ്കിലും തീർക്കാൻ പറ്റുമോ ഇസ്രായേലിനെ? ഒരു സോൾജറുടെ എങ്കിലും ജീവൻ എടുക്കാൻ പറ്റുമോ? ഒരു IDF-ന്റെ എങ്കിലും ജീവൻ എടുക്കാൻ ഇവന്മാർക്ക് പറ്റിയോ? കണ്ടോ? സാഹിർ ബിൻ അബ്ദുൾ റഹ്മാൻ പോലും ഇറാന്റെ കളിസം കീറിയത് ഓർത്ത് ചിരിക്കുക. നിങ്ങളുടെ കൂട്ടങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അവസ്ഥ കണ്ട് ചിരി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ, അത് തന്നെയാ ഇപ്പൊ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടങ്ങളുടെ എന്ത് ചെയ്യുന്നു? അവസ്ഥ കണ്ട് ചിരിക്കുക. സാഹിർ ബിൻ അബ്ദുൾ റഹ്മാന് പോലും ഇറാന്റെ കളിസം കീറിയത് ഓർത്ത് ഇറാന്റെ കളിസം കീറിയത് ഓർത്ത് അവന് ചിരിയടക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങളുടെ കാര്യം വല്ലതും പറയണോ? നിങ്ങള് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവന് പോലും ചെറിയടക്കാൻ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇതാണ് അവസ്ഥ. സ്വന്തം കൂട്ടർക്ക് പോലും സ്വന്തം ആൾക്കാരുടെ കളിസം കീറിയത് ഓർക്കുമ്പം ചിരിയാ വരുന്നത്. അപ്പം ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇനിയും ഉണ്ട് ഭൂമുഖത്ത് എന്നുള്ളതിന്റെ തെളിവാണ്. നിങ്ങളുടെ കൂട്ടങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ സാഹിർ ബിന്നൊക്കെ. സാഹിർ ബിന്ന് പൊളിക്കുമോനെ, അത് തന്നെയാ. ഇതാണ്ടാ നമ്മുടെ സാഹിർ ബിൻ. ഇവനെയൊക്കെ നോക്കി പടിയിലിടാ വിവരം കെട്ടവന്മാരെ. കണ്ടോ? ഇതാണ് നമ്മുടെ സാഹിർ ബിൻ. ഇറാന്റെ കളിസം കീറിയത് ഓർത്ത് അവന് വരെ ചിരി വന്നു തുടങ്ങി. അവൻ വരെ ആനന്ദിക്കുക. എന്ത് വേണം ഇനിയൊക്കെ? അപ്പൊ സ്വയം നീയൊക്കെ എന്ത് ചെയ്യും? അവനെയൊക്കെ നോക്കി പഠിക്കുക.
അപ്പൊ എന്തായാലും പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് മുട്ടാനൊന്നും ഇവന്മാര് വളർന്നിട്ടുമില്ല. ഇനി വന്നിരുന്ന് കരയാനും വീരവാദം മുഴക്കാനും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ഇനി ഇങ്ങോട്ട് വരത്തുമില്ലെന്നുള്ളത് എനിക്കറിയാം. ഇനി കുറച്ച് ദിവസത്തേക്ക് തുലുക്കന്മാരെയൊന്നും കാണണ്ട. എന്റെ പേജ് കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ആകും. കർത്താവേ, ഞാൻ എന്നാ ഇവന്മാര് യുദ്ധം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എന്റെ പേജ് ഒന്ന് എനിക്ക് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പേജിലൂടെ ആൾക്കാരെ പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉണ്ട്. ഈ തീവ്രവാദി കൂട്ടങ്ങൾ ഇതിനകത്തോട്ട് കയറി വന്ന് നമ്മളുടെ ഇസ്രായേലിൽ എന്ന് യുദ്ധം നടക്കുമോ അന്ന് ഇവന്മാർ എന്റെ പേജിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരും. എന്നാൽ വന്ന ഇസ്രായേലിൽ നിന്ന് അടികൊണ്ട് എങ്ങനെ കളിസം കീറി തുലുക്കന്മാർ ഓടുന്നു, അതുപോലെയായിരിക്കും എന്റെ പേജിൽ വന്ന് കളിസം കീറി ഓടുന്നതും. എന്റെ കയ്യിൽ നിന്നും കൊള്ളുമടി, ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും കൊള്ളുമടി. ഇത് സ്ഥിരമായി ഇവർക്ക് മാറിയിരിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം, എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യമായ നടക്കാൻ പോകുന്ന കാര്യങ്ങളാ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇസ്രായേലിന്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ തൊടുത്തു വീടുന്ന ആയുധങ്ങളൊന്നും ഇസ്രായേൽ തൊടുത്തു വിടുന്ന ഒരു ആയുധങ്ങളും പരാജയപ്പെട്ട് മടങ്ങി വരത്തില്ല. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, നിനക്കെതിരെ വരുന്ന ആയുധം ഫലിക്കത്തില്ലെന്നാ പറയുന്നത്. കേരളത്തിൽ യുദ്ധം റീനാമയും കൂട്ടരും, അത് തന്നെ. അഷറഫ് ആര്യാപ്പാടി സ്വന്തം പ്രൊഫൈലിൽ വാമോനെ, മനസ്സിലായോ? സ്വന്തം പ്രൊഫൈലിൽ വന്ന് കമന്റ് ഇട്. അതിനുള്ളൊരു അതിനൊക്കെ വേണം ഒരു കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം പറഞ്ഞിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യവും സത്യവും. ഇസ്രായേൽ മക്കളോട് തുലുക്കന്റെ മക്കളോട്, തള്ളാഹുവിന്റെ മക്കളോട് തള്ളാഹു ഒരു തള്ളുവള്ളിയായിരുന്നു. എന്താ തള്ളാഹു തള്ളിയ തള്ളെന്നറിയാമോ? തള്ളാഹു തൂറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഓ കാട്ടറബി തുലുക്കന്മാരെ, കൊന്നമതിന്റെ അടിമകളെ, നിങ്ങളെല്ലാരും, നിങ്ങൾ എന്നെ 5 നേരം കൊത നമസ്കാരം നടത്തുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കും എല്ലാ കാലത്തും. നിങ്ങൾ യഹൂദനോട് യുദ്ധം ചെയ്താൻ പോകുന്ന സമയത്ത് ഒരു കാലത്തും അവൻ നിങ്ങൾ ജയിക്കുകയില്ല, അവൻ തോറ്റ് തുന്നം പാടിപ്പോകും. ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് തള്ളാഹുവിന്റെ തുലുക്കന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തള്ളാഹു തുലുക്കനോട് പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് തള്ളാഹു അതിനകത്ത് തള്ളിമറച്ചപ്പം ഇവന്മാർ വിചാരിച്ചു, തള്ളാഹു നമ്മുടെ ദൈവമാണല്ലോ, തള്ളാഹു തള്ളിയത് നടക്കുമല്ലോ. കാരണം കാരുണ്യവാനും കരുണാനിധിയും സ്റ്റാലിനും ഉദയനീരണിമാരനുമാണല്ലോ തള്ളാഹു. അങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് വിശ്വസിച്ച് ഈ തള്ളാഹുവിന്റെ മക്കൾ തള്ളാഹുവിന്റെ വാക്കും കേട്ടങ്ങ് ഇറങ്ങിക്കഴിയുമ്പോഴാ കണ്ടം വഴി അടികൊള്ളുന്നത്. എടാ വിവരം കെട്ടവന്മാർ, ഇനിയെങ്കിലും മനസ്സിലാക്ക്, നീയൊക്കെ ദൈവമെന്ന് വിളിക്കുന്നത് വെറും ഒരു കാട്ടുകഴുതയുമാണ്. ഒരു കോണാത്തല ബുദ്ധിയും ഇല്ലാത്ത ഒരു കാട്ടുകഴുതി എന്ന് പറയുന്ന ഒരു ജഗത്താനെയാ നീയൊക്കെ തള്ളാഹു എന്ന് പറഞ്ഞ് വിളിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അവന് ദൈവത്തിൻ്റെതായ ഒരു ക്വാളിറ്റിയുമോ ഒരു ഗുണഗണങ്ങളോ കാണിച്ചു തരാൻ അവനെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്ക്. മനസ്സിലായോ? പക്ഷെ ഇസ്രായേൽ മക്കൾ വിളിക്കുന്നത്, അവർ സത്യദൈവത്തെ വിളിക്കുന്നത് കൊണ്ടാണ് അവരുടെ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യം, നിനക്ക് വരുന്ന ശത്രുക്കൾ ഒരു വഴിയായി വരും, 7 വഴിയായി അവർ ഓടിപ്പോകും എന്ന് ഇസ്രായേൽ, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഇന്നുവരെയും ഇസ്രായേലിന്റെ ഒപ്പം നിന്ന് അവരെ യുദ്ധത്തിൽ അവരെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. ഒരു കുഞ്ഞു രാജ്യം ഇസ്രായേലിൽ പോലും ആ ജനത എന്ന് പറയുന്നത് കേവലം അവരുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 60 ലക്ഷമേ ഉള്ളൂ. കേവലം 60 ലക്ഷമേ ഉള്ളൂ അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇവിടെ തന്നെ 20 ലക്ഷം തുലുക്കന്മാരുണ്ട്. ഈ 60 ലക്ഷം യഹൂദന്മാരുടെ ഇടയിൽ 20 ലക്ഷം തുലുക്കന്മാരുണ്ട് ഇതിനകത്ത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, തുലുക്കന്മാരുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വെറും 40 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം തുലുക്കന്മാരിവിടെ ഉണ്ട്. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം ലോകത്തിലെ സകല സുഡാപ്പികളെയും വിറവിറാന്ന് വിറപ്പിക്കുകയാ. കൂത്തി വന്നു, ഹമാസ് വന്നു, വന്നു, ഹിസ്ബുള്ള വന്നു, വന്നു, ഹൂത്തി വന്നു, വന്നു, ഹൂ എന്ന് പറഞ്ഞു വന്നിട്ട് പോലും നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നിനക്കൊക്കെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധി വെച്ചൊന്ന് ചിന്തിക്കത്തില്ലേ? എടാ തള്ളാഹു എന്ന് പറയുന്ന ഈ കോടാനുകോടി 400 കോടിയപ്പം അടുപ്പിച്ചുണ്ട് തുലുക്കന്മാർ ലോകത്ത്.
ഈ കോടാനുകോടി വരുന്ന ഈ 400 കോടി ആൾക്കാരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിന്നാൽ പോലും നമുക്ക് വേഗത്തിൽ തുലിക്കനെ തീർക്കാമല്ലോ, നമുക്ക് വേഗത്തിൽ ജൂതനെ തീർക്കാമല്ലോ. അപ്പൊ ഈ ദൈവം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജയമുണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂട്ട പ്രാർത്ഥന നടത്തിയിട്ട് പോലും ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമില്ല. നിങ്ങളെ ജയിപ്പിക്കാൻ കഴിയുന്നില്ല. എന്നും നിങ്ങൾക്ക് നാണക്കേടും, എന്നും നിങ്ങൾക്ക് അപമാനവും, എന്നും നിങ്ങൾക്ക് കരച്ചിലുവേ ഉള്ളൂ. ഇത് മാത്രം തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളുടെ കാരുണ്യവാനും കരുണാനിധിയും മുക സ്റ്റാലിനും ഉദയനിധിമാരനുമായ തള്ളാഹു. എത്ര വിഡ്ഢികളാണ് നിങ്ങൾ കൊതമതിന്റെ ആൾക്കാരെ, നിങ്ങൾ എത്ര വിഡ്ഢികളാണ്. ഇനിയെങ്കിലും ഒന്ന് തല തുറന്ന് തലച്ചോറ് സ്വയം അങ്ങ് ഉണർന്ന് ഒന്നിന് നീയൊക്കെ എക്സ് മുസ്ലിമെങ്കിലും ആയിപ്പോ. അതാ നിനക്കൊക്കെ നല്ലത്. കാരണം നീയൊക്കെ വിളിക്കുന്ന ദൈവം എന്ന് പറയുന്നത് കേവലം നിങ്ങളെ വെറും കോമാളികളാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ദൈവം. ഒരു കുഞ്ഞ് രാജ്യത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തവന്മാര്. പേരിനെന്താ വലിയ രാജ്യം അങ്ങ് ഇറാൻ അങ്ങ് ഉണ്ടാക്കി കളയുമെന്നാ പ്രസംഗിക്കുന്നത്. ഇറാൻ അങ്ങ് ഉണ്ടാക്കി അങ്ങ് തരും. ഒലക്കട മൂട് നാണം കെട്ട് തൂത്തുവാരി കണ്ടം വഴിക്ക് ഓടുന്നവന്മാര്. കൊതം പൊളിഞ്ഞു കിടന്നാൽ പോലും കളസം കീറിയില്ലെന്ന് പറഞ്ഞിട്ട് ആശ്വസിച്ച് ഓടുന്നവന്മാര്. മനസ്സിലായേ? ഒന്ന് ആലോചിക്ക്. കൊതം കീറി കിടന്നാലും കളസം കീറിയില്ലല്ലോ എന്ന് ആശ്വസിക്കുന്നവന്മാര്. ഈ വൃത്തികെട്ടവന്മാരെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ടോം അഞ്ചിൽ 400 കോടി ഇല്ല തള്ളല്ലേന്ന്. ടോം അഞ്ചിൽ തള്ളൊന്നും അല്ല, 400 കോടി അടുപ്പിച്ച് നിൽക്കാം. പന്നികളെ പോലെ പെറ്റുകൂട്ടുക ഈ ജിഹാദി വർഗങ്ങൾ, ഈ കോമാളി വർഗങ്ങൾക്ക് നല്ല വൃത്തിയാണം അറിയാം. ഇവന്മാരുടെ ബുദ്ധി കൊണ്ട് ഇവന്മാർക്ക് ഈ ലോകത്തേക്ക് കീഴടക്കാൻ പറ്റത്തില്ല. ഇവന്മാരുടെ ശക്തി കൊണ്ടും ലോകത്തേക്ക് കീഴടക്കാൻ പറ്റത്തില്ല. പിന്നെ ആകെ കൂടി ചെയ്യാവുന്ന ഒറ്റ വകയുള്ളൂ, പെറ്റ് പെരുകുക. അതേ ഉള്ളു വഴി. കാരണം ക്രിസ്ത്യാനിക്ക് ഇപ്പൊ പെറാൻ വയ്യ. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കിടക്കുന്ന സകല ക്രിസ്ത്യാനിയും പോപ്പ് എന്ന് പറയുന്ന ഒരു കോപ്പ് ഒരുത്തം പറഞ്ഞു കൊടുത്തു. സാദിക്ക് പുത്തനെത്താനി പട ഉളയ്ക്കുണ്ടായവനെ. കൊതം പൊളിഞ്ഞു കിടക്കുമ്പോഴും കൊതമതിന്റെ ആയിഷയുടെ കൊതം പൊളിഞ്ഞു കിടക്കുമ്പോഴും നീ ഇങ്ങനെ ഇരുന്ന് കരയണമല്ലോ. ആയിഷയുടെ നിന്റെ കൊതമത് പൊളിച്ചപ്പോഴും നീയൊക്കെ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ആയിഷയുടെ കൊതം പൊളിഞ്ഞു കിടക്കുന്നത്. ആമിനത്താത്തയുടെ സൈനവയുടെ കൊതം പൊളിയാൻ പോകുന്നതായി ഏറ്റവും വലിയ വെടിക്കെട്ടെന്ന് പറഞ്ഞ് കരഞ്ഞവനല്ലേ നീ? വിവരം കെട്ടവനെ. സാദിക്കേ എടാ വിവരം കെട്ടവനെ, ആമിനത്താത്തയുടെ കൊതം പൊളിഞ്ഞപ്പോഴും എടാ സാദിക്കേ നാണം കെട്ടവനെ, നിന്റെ ആമിനത്താത്തയുടെ കൊതം മുത്തലിവ് പൊളിച്ചപ്പോഴും നീയൊക്കെ പറഞ്ഞല്ലോ ആമിനത്താത്തയുടെ കൊതമല്ലേ പൊളിച്ചോളൂ, ആമിനത്താത്തയുടെ കൊതമല്ലേ പൊളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞവന്മാരല്ലേ നീയൊക്കെ. പിന്നെ ആയിഷയുടെ കൊതം വന്ന് കൊതമത് പൊളിച്ചപ്പോഴും എന്താ പറഞ്ഞ് കരഞ്ഞത്? ആയിഷയുടെ കൊതമല്ലേ പൊളിഞ്ഞോളൂ, ഇനി അതിനേക്കാളും വലിയ കൊതം പൊളിയാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവന്മാരല്ലേ. അതുകൊണ്ടെന്താ പിന്നീട് വന്ന് സൈനബയുടെ കൊതവും കൂടി അവൻ പൊളിച്ചു കൊടുത്തില്ലേ നിങ്ങളുടെ കൊതമത്? വൃത്തികെട്ടവന്മാര് ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് സാദിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പിക്കുപ്പായത്തിൽ കിടന്നിട്ട് നാണം കെട്ടവന്മാര്, നിന്നെയൊക്കെ കണ്ട കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു വിവരം കെട്ടവന്മാര്. ഇത്രയും കൊതമതിന്റെ ഒരു വൃത്തികെട്ട മതത്തിനകത്ത് കിടന്നിട്ട് പഠിപ്പിച്ചു തന്നത് മുഴുവനും കാമാത്തിപ്പുര. നാണം കെട്ട ഉളുപ്പ് കെട്ടവനെ നീ ഒന്ന് ചിന്തിച്ചു നോക്കടാ. നിന്റെ തള്ളാകൂ എന്ന് പറയുന്ന ആ ഒരു കൂത്തിയാൻ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞിട്ട് 72 ഹൂറിമാരെ സംഭാവന ചെയ്തിരിക്കുന്നത് അള്ളാഹു. ജയരാജൻ തേച്ചിറയിൽ പന്നികളെ പോലെ പ്രസവിച്ചു കൂട്ടിയാൽ മാത്രമേ ഇവന്മാർ വലുതാകത്തുള്ളൂ, അല്ലാതെ ഇവന്മാർക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്നേ ഈ ലോകത്തെ. ഇവന്മാർക്ക് ഇനിയിപ്പോ പന്നികളെ പോലെ പെറ്റു കൂട്ടിയാലും എന്താ? പന്നികളെ പോലെ പെറ്റു കൂട്ടിയാലും എന്താ ഇവന്മാർക്ക്?
പന്നികളെ പോലെ പെറ്റുകൂട്ടിയാലും ഇസ്രായേലിനോട് ഈ പന്നിക്കൂട്ടങ്ങൾ മുഴുവനായിട്ടും ചേർന്നാലും ഇസ്രായേലിന്റെ ബുദ്ധിക്കും ശക്തിക്കും ഈ പന്നിക്കൂട്ടങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇനി പന്നികളെ പോലെ ഇവന്മാർ കൂട്ടമായിട്ട് പെറ്റുപെരുകിയാലും എന്ത് പ്രയോജനമുണ്ട്? അറബ് രാജ്യങ്ങളെല്ലാം ഇവന്മാർ തമ്മിലടിയാ. കുളം കര കുളം കര കുളം കര എന്നുള്ള രീതിയിൽ അടിയായി ഇവന്മാര്. എന്താ? ഷിയ സുന്നി, ഷിയ സുന്നി, ഷിയ സുന്നി. കൊതമതിനുണ്ടായിട്ട് 2 എണ്ണം ഉണ്ട്. എന്തുവാ? കൊതമതിന് മക്കളില്ല. ഫാത്തിമ എന്ന് പറയുന്നത് കൊതമതിന്റെ ഭാര്യമാരിൽ ഏതോ ഒരുത്തിക്കുണ്ടായ മോനാ. ഏതോ കള്ളവടിയിൽ ഉണ്ടായതാണ് ഈ ഫാത്തിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സുന്നികൾക്ക് ഫാത്തിമയോട് സ്നേഹമില്ലാത്തത്. കൊതമതിന്റെ മോളായിട്ട് പോലും സ്നേഹമില്ല. എന്നാ കൊതമതിനെ പറ്റിച്ചിട്ട് സഫാന്റെ കൂടെ കള്ളവടി നടത്തിയ എന്തുവാ ആയിഷയും കൂട്ടരോടും ഭയങ്കര സ്നേഹമാർക്ക്, കള്ളവടികളോട് ഭയങ്കര സ്നേഹമാർക്ക്. ഈ കൊതമതെന്ന് പറയുന്നവന് ഒറ്റ മോളെ ഉള്ളു, ഫാത്തിമ എന്ന് പറയുന്നൊരു മോള്. അത് കള്ളവടിക്കുണ്ടായതാ. അതായത് കൊതമത് പല പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ച വകയില് അതിലേതോ ഒരുത്തിക്കുണ്ടായ കള്ളവടിക്കുണ്ടായ മോളാ ആര്? ഫാത്തിമ. അതുകൊണ്ടാണ് ഇവന്മാർക്ക് എന്ത് ചെയ്യാത്തത്? ഫാത്തിമയോട് സ്നേഹമില്ലാത്തത് ഈ സുന്നികൾക്ക്. പക്ഷേ എന്തുവാ നമ്മുടെ ആയിഷ എന്ന് പറയുന്നത് കൊതമതിന് പണി കൊടുത്ത് സഫാന്റെ കൂടെ കള്ളവടി നടത്തിയാലും ആയിഷ ബീബിയോട് ഇവന്മാർക്ക് ഭയങ്കര പ്രണയമാ. ആയിഷ ബീബി എന്ന് പറയുന്നാൽ ഇവന്മാർ ജാകും. കാരണം ആയിഷ ബീബി കൊതമതിന് പണി കൊടുത്തവളാണല്ലോ. കൊതമതിന് കൃത്യമായി പണി കൊടുത്ത് സഫാന്റെ കൂടെ പോയി കള്ളവടി നടത്തിക്കൊണ്ട് വന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കള്ളവടി വെച്ചാലും കുഴപ്പമില്ല, നമ്മള് ആയിഷേന്റെ ആൾക്കൂട്ടമാ. ഇതാണ് ഈ കൊതമതിന്റെ വത്തകവും ഇവരുടെ ആൾക്കാരുടെ പ്രത്യേകതയും എന്ന് പറയുന്നത്. കൊതമതെന്ന് പറയുന്നവന് മക്കളുണ്ടോ? അവൻ ആണായിരുന്നോ? അവൻ ആണുമല്ല. അവൻ നേരാവണ്ണം ആണല്ലാത്തത് കൊണ്ട് അവൻ പലതരത്തിലും സന്തോഷം കണ്ടെത്താൻ നോക്കി. പല പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ചിട്ട് ഒരു വിധത്തിൽ നടക്കുന്നില്ല. വയസ്സായ കിളവിമാരെയൊക്കെ ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം നേരാവണ്ണം പെണ്ണുങ്ങൾ പോകത്തില്ല ആ മോന്ത കണ്ട, കൊതമതിന്റെ മോന്ത കണ്ട. അതാണ് കൊതമതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവന്റെ മോന്ത കണ്ട നേരാവണ്ണം പെണ്ണുങ്ങൾ പോകത്തില്ല. പട്ടി പോലും വെള്ളം കുടിക്കാത്ത മോന്തയാ കൊതമതിന്റെ മോന്ത എന്ന് പറയുന്നത്. അതാ ഇവന്മാരുടെ കുത്തു നബി എന്ന് പറയുന്നത്. മുത്തിനോട് ഇവരുടെ പ്രണയം കാണണം. അയ്യോ, ഇവരുടെ കൊതമത് നബിയോടുള്ള ഇവരുടെ പ്രണയം എന്ന് പറയുന്നത്. അതിനേക്കാളും നല്ലത് ഖൈബർ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. ഖൈബർ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോ കുടിച്ചു ബോധമില്ലാതെയാ ഖൈബർ യുദ്ധത്തിന് ആര് പോയത്? കൊതമത് പോയത്. അങ്ങനെ കുടിച്ചു ബോധമില്ലാതെ ഖൈബർ യുദ്ധത്തിന് പോയി. അവിടെ യുദ്ധത്തിനകത്ത് അടി കൊണ്ട് 4 പല്ല് മുൻവശത്ത് തെറിച്ചു പോയി. അവിടെ ഖൈബർ യുദ്ധത്തില് അങ്ങനെ 4 പല്ല് മുൻവശത്ത് തെറിച്ചു പോയി കഴിഞ്ഞപ്പോ പല്ലില്ലാത്ത കൊതമത് നബിയാ പിന്നീട് മടങ്ങി വരുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ വെപ്പുപല്ലെങ്കിലും വെക്കാമായിരുന്നു. അന്ന് പല്ലില്ലാതെ ഗണിച്ചുകൊണ്ടിരുന്ന മുഖം കൊതമത് നബിയുടെ മോന്തയൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇത് കണ്ട ആയിഷയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നുമോ പ്രിയ സഹോദരങ്ങളെ? എന്നിട്ട് കൊതമത് നബിയുടെ മൂത്രം വരെ കുടിപ്പിച്ചു. എന്തുവാ ഇത് ഇവന്മാരുടെ മതം? വൃത്തികെട്ടവന്മാരേ. കൊതമത് നബിക്ക് മൂത്രം ഒഴിക്കാനായിട്ട് ആയിഷ പാത്രം കൊണ്ട് വെച്ചു കൊടുക്കും. ആ പാത്രത്തിൽ രാത്രി എഴുന്നേറ്റ് നിന്ന് മൂത്രം ഒഴിച്ചു വെക്കും. അവന്റെ ഭാര്യമാരിലോ വേലക്കാരിയിലോ ഒരുത്തി വന്നിട്ട് പറയും സുഖമില്ലാന്ന് പറയുന്ന സമയത്ത് അവിടെ ഒഴിച്ചു വെച്ചിരിക്കുന്ന മൂത്രം എടുത്തു വെച്ച് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊതമതിന്റെ മൂത്രം കുടിച്ച് സൗഖ്യമായി എന്ന് പറഞ്ഞ കൂട്ടങ്ങളായി ഈ വർഗങ്ങള്. ഇപ്പൊ ആണെങ്കിലുണ്ടല്ലോ ഇവന്മാർ കൊതമതിന്റെ അവിടെ അന്നത്തെ കാലത്ത് കൊതമതിന്റെ തീട്ടം പറക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അവന്റെ സഹീഖ് ബുഖാരിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹദീസിനകത്ത്. അതായത് കൊതമത് തൂറാൻ പോയപ്പോഴത്തേക്കും അവന്റെ തീട്ടവും കാത്തിരുന്നവന്മാരാണ് ഇവന്റെ സഹാബിമാര്. കൊതമതിന്റെ തീട്ടം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ തീട്ടത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പിന്നീട് എന്താ സംഭവിച്ചത്? തീട്ടം ഭൂമി കൊതമതിന്റെ തീട്ടം ദിവ്യ തീട്ടമായതുകൊണ്ട് ഭൂമി പിളർന്ന് കൊതമതിന്റെ തീട്ടം എടുത്തോണ്ട് പോയെന്ന ഇവന്മാരുടെ ഹദീസിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എന്താണ് ഇവന്മാരുടെ പൊത്തകവും ഇവന്മാരുടെ രീതി എന്ന് പറയുക? തീട്ടം വരെ പിറക്കി തിന്നാൻ ഒരു മടിയുമില്ലാത്ത ജന്തുക്കള് ഇവന്മാര്, കൊതമതിന്റെ തീട്ടത്തിന് വേണ്ടി അലയുന്ന നാറികള്. ഇതൊക്കെ ഇവന്റെ പുസ്തകത്തിൽ. എന്നാൽ ഇതൊക്കെ പഠിപ്പിക്കുവോ? ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും മദ്രസയില്. കൊതമതിന്റെ തീട്ടം തിന്നാൻ അലങ്ങിയ സഹാബിമാരുണ്ടായിരുന്നു. എന്തിനാ അപ്പിക്കുപ്പായം എന്ന് പറയുന്ന സാധനം ഇറക്കി കൊടുത്ത? ഇന്ന് പെണ്ണുങ്ങൾ മുഴുവനും ഇവന്മാരിട്ടിരിക്കുന്നത് മുഴുവനും അപ്പിക്കുപ്പായത്തിനകത്താ. അതെന്തിനു കൊടുത്തു? എന്തിനാണ് ഈ അപ്പിക്കുപ്പായി ഇറക്കിയത് കൊതമത്? അന്നത്തെ കാലത്ത് കൊതമതിന്റെ കാലത്ത് സ്ത്രീകൾ അപ്പിക്കുപ്പായം ധരിച്ചിരുന്നോ? എന്തിനാ ധരിച്ചിരുന്നേ? അതുമെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? അതും പഠിപ്പിച്ചിട്ടില്ല ഇവന്മാർക്ക്.
അപ്പിക്കുപ്പായം ദിവ്യമായ വസ്ത്രമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. അന്ന് കൊതമതിന്റെ ഭാര്യമാര് തൂറാൻ പോയി. ഭാര്യമാര് തൂറാൻ പോയ സമയത്ത് കൊതമതിന്റെ ഭാര്യ തൂറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കൊതമതിന്റെ സഹാബി വന്ന് എന്ത് ചെയ്തു, ഭാര്യമാരുടെ തീട്ടം കുണ്ടി കണ്ടോണ്ടിരുന്നിട്ട് സൗദയെ വിളിച്ചു. സൗദ, നീയാണ് തൂർന്നതെന്ന് എനിക്ക് മനസ്സിലായി സൗദ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സൗദ എന്ത് ചെയ്തു, പോയി കൊതമതിനോട് പരാതി പറഞ്ഞു. നിങ്ങളുടെ സഹാബിമാരെല്ലാം വന്നിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ തൂർന്ന് ഞങ്ങളുടെ കുണ്ടി നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൊതമത് പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, എന്നാൽ നാളെ തൊട്ട് അപ്പിക്കുപ്പായം ഇട്ടോളൂ, ഇങ്ങനെ തലവഴിക്ക് എന്ത് ചെയ്യുക, തലവഴിക്ക് ഒരു കുപ്പായം അങ്ങ് ഇടുക. അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നീട് എന്ത് ചെയ്യും, നിങ്ങൾ കുണ്ടി പൊക്കിയിരുന്ന് തൂറുന്ന സമയത്ത് നിങ്ങളുടെ കുണ്ടിയല്ലേ കാണത്തുള്ളൂ, മുഖം കാണത്തില്ലല്ലോ. അപ്പൊ കൃത്യമായിട്ട് ഇത് ആരുടെ കുണ്ടിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുണ്ടി വേണമെങ്കിൽ കണ്ടോട്ടെ സഹാബിമാരൊക്കെ, നമ്മന്റെ ഭാര്യമാരുടെ കുണ്ടി സഹാബിമാരെല്ലാം കണ്ടോണ്ട്, തൂർന്ന കുണ്ടി കണ്ടുകൊണ്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ആരുടെ കുണ്ടിയാണെന്ന് തിരിച്ചറിയാൻ പാടില്ല. അതിനുവേണ്ടി കൊടുത്തതാണ് അപ്പിക്കുപ്പായം എന്ന് പറയുന്നത്. ആ തൂറാൻ വേണ്ടി കൊടുത്ത ആ കുപ്പായം ഇന്ന് ദിവ്യവസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നടക്കുന്ന കൂതറകള്. ഇതൊക്കെയാണ് കൊതമതിന്റെ മതത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് സാധനങ്ങള്. വിവരം കെട്ടവന്മാരെ, ഇതിനകത്ത് കിടന്ന് മെഴുകാൻ നിനക്കൊക്കെ ഉള്ള തൊലിക്കെട്ടി ഉണ്ടല്ലോ, പണ്ടാരടങ്ങാനുള്ള കാട്ടുപോത്തിന് പോലും ഈ തൊലിക്കെട്ടിയില്ല. ഈ മതത്തിനകത്ത് കിടന്ന് മെഴുകാനുള്ള നിനക്കുള്ള തൊലിക്കെട്ടി പോലത്തെ തൊലിക്കെട്ടി കാട്ടുപോത്തിന് പോലും ഇതുപോലുള്ള തൊലിക്കെട്ടിയില്ല. അതാണ് ഇവന്മാരുടെ തൊലിക്കെട്ടി എന്ന് പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇതൊന്നും ഞാൻ വെറുതെ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം ഇവന്റെ കൊതമതിന്റെ അവന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കഥകളായി കാര്യങ്ങളെല്ലാം. ഇതൊന്നും ഇവന്മാരെ പഠിപ്പിച്ചും കൊടുക്കത്തില്ല. മനസ്സിലായോ? ഇതൊന്നും ഇവന്മാർക്ക് പഠിപ്പിച്ചും കൊടുക്കാതെ ഇങ്ങനത്തെ വൃത്തികേടുകളും ആഭാസത്തരവും തെണ്ടിത്തരവും മാത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം, അത്രയും വൃത്തികേടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുസ്തകം. യഹൂദന്മാര് അന്നത്തെ കാലത്ത് ഇവന്മാര് ഇവന്മാരുടെ പുസ്തകത്തിനകത്ത് ഏറ്റവും കൂടുതലും കൊതഭോഗത്തിനേ പ്രാധാന്യമുള്ളൂ. മറ്റു ഭോഗങ്ങളെക്കാളും കൊതഭോഗത്തിനാ ഒന്ന് ആലോചിച്ച് നോക്കണം. യഹൂദന്മാര് ഇവന്മാരോടുത്ത് പറഞ്ഞു, കൊതഭോഗം നടത്തരുതെന്ന് പറഞ്ഞു. നിങ്ങൾ കൊതഭോഗം നടത്തിയാൽ നിങ്ങളുടെ കണ്ണ് കോങ്കണ്ണായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഈ വൃത്തികെട്ടവന്മാർ ആ പണി ചെയ്യാതിരിക്കട്ടെ എന്ന് യഹൂദന്മാർ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ കൊതഭോഗം നടത്തിയാൽ നിങ്ങളുടെ കണ്ണുകൾ കോങ്കണ്ണായി പോകും, അതുകൊണ്ട് കൊതഭോഗം നടത്തരുതെന്ന്. എന്നിട്ടും ഈ കൂതറകൾ എന്ത് ചെയ്തു, അപ്പിക്കുപ്പായം കൊടുത്ത കൊതമതിന്റെ വലിയ ശ്രേഷ്ഠം, അതായത് ആയിഷയുടെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവന് വഹി ഇറക്കണമെങ്കിൽ ഈ കൊതമതെന്ന് പറയുന്ന ഇവരുടെ കാട്ടറബിക്ക് വഹി ഇറക്കണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവന് ആയിഷയുടെ ഷഡ്ഡിയും പ്രായും വേണം. ഇതും റീന പറഞ്ഞതല്ല പ്രിയ സഹോദരങ്ങളെ. ഇവന്റെ തൂറാന്റെ പുസ്തകത്തിനകത്ത് ഹദീസിനകത്ത് വ്യക്തമായിട്ട് ആയിഷ ബീബി തന്നെ പറഞ്ഞിരിക്കുന്നു, തലാഖുവിന്റെ വഹി ഇറങ്ങി വരണമെങ്കിൽ എന്റെ അടിവസ്ത്രം ധരിച്ചാൽ മാത്രമേ അത് വഹിയായി വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ആയിഷ തന്നെ സാക്ഷ്യപ്പെടുത്തിയ സഹീഹ് ബുഖാരിയിലെ ഹദീസാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇവന് വഹി വരണമെങ്കിൽ, ഇവന് തല്ലാഹുവിന്റെ വചനം കിട്ടണമെങ്കിൽ ആരുടെ ഷഡ്ഡിയും പ്രായും ഇടണം? ആയിഷയുടെ ഷഡ്ഡിയും പ്രായും ഇട്ട് നടക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. അതാ മണിക്കുട്ടൻ ഇസ്രായേൽ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അപ്പിക്കുപ്പായം എന്തിനാ കൊടുത്തേന്നുള്ളത്. തുറസായ സ്ഥലത്ത് മലവിസർജനത്തിന് പോകുന്ന സ്ത്രീകൾ ആളറിയാതിരിക്കാൻ ധരിക്കുന്ന വസ്ത്രമാണ് അപ്പിക്കുപ്പായം. സഹീഹ് ബുഖാരി 146 ബുക്ക് 4 ഹദീദ് 12 പോയിരുന്നു വായിര് വിവരം കെട്ടവന്മാരെ. അതീത് മനസ്സിലാകും. പിന്നെന്തുവാ, ഖുറാൻ 33:59 പോയിരുന്നു വായിര്. അപ്പിക്കുപ്പായം എന്തിനാന്ന് അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാതെ വിശുദ്ധ വസ്ത്രമാണ് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടല്ല. തൂറാൻ പോകുന്ന തുലസായ സ്ഥലത്ത് തൂറാൻ പോകുമ്പം അവളുമാരുടെ കുണ്ടി കൃത്യമായിട്ട് കണ്ടാൽ മതി. മുഖം കാണണ്ട, കുണ്ടി കണ്ടാലും കുഴപ്പമില്ല, മുഖം കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ധരിക്കാൻ കൊടുത്ത വസ്ത്രമാണ് അപ്പിക്കുപ്പായം എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും. യഹൂദന്മാര് പറഞ്ഞു ഇവന്മാർ ഈ കൊതഭോഗം നടത്തുന്നത് കൊണ്ട്, കൊതഭോഗം നടത്തരുത്, കൊതഭോഗം നടത്തിയാൽ കോങ്കണ്ണ് വരും, അങ്ങനെയെങ്കിലും പറഞ്ഞ് ഇവന്മാർ നടത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ് യഹൂദന്മാർ പറഞ്ഞു നോക്കി. അപ്പോഴും ഇവന്മാർ കേൾക്കത്തില്ല. പിന്നെയോ ഇവന്മാർ നേരെ പോയി എന്ത് ചെയ്തു, തള്ളാഹുവിന്റെ മോഹൻ വകയിറക്കി കൊടുക്കുന്നുണ്ടല്ലോ, അവനോട് അങ്ങ് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, യഹൂദന്മാര് കള്ളന്മാര്,
അവന്മാർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾ കൊതഭോഗമോ വേറെ എന്ത് ഭോഗം വേണമെങ്കിലും നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി കൊടുത്തത് അപ്പോഴാ. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി കൊടുത്ത എന്തിനാണെന്ന് നിന്റെ ഉസ്താദുമാരോട് പോയി ചോയിരടാ, വിവരം കെട്ടവന്മാരെ പോയി ചോയിര്. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി എന്തിനാണ് ഉസ്താദെ കൊടുത്തിരിക്കുന്നത്? അവരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഭോഗിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ആയത്തിറക്കി കൊടുത്ത എന്തിനു വേണ്ടിയിട്ടാ? യഹൂദന്മാര് സ്ത്രീകളെ കൊതഭോഗം നടത്തരുത്, നിങ്ങൾ പുരുഷന്മാരോട് കൊതഭോഗം ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ പേരില് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിയാര് പറഞ്ഞ കാര്യമാണ്, പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ തള്ളാഹു ഏറ്റവും അധികം സ്നേഹിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നടത്തി തരികയും ചെയ്യുമെന്ന്. ഇങ്ങനെ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും പ്രിയ സഹോദരങ്ങളെ? ഒരു മതത്തിൽപ്പെട്ട ജനത്തോട് ആ മതപണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, പുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പുരുഷന്മാർ സ്വപ്നം കാണണമെന്ന്, സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ സ്വപ്നം കാണണമെന്ന്. അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നല്ല സ്വപ്നമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ ഒരു മതപണ്ഡിതൻ നിന്ന് പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക്. എന്നിട്ട് മതപണ്ഡിതന്മാര് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് തള്ളാകൂ തുടുത്തമാറിടമുള്ള പെൺകുട്ടികളെ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വോട്ട്ക വേണോ, നിങ്ങൾക്ക് പിന്നെ ബുക്കാടിയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പറയുകയാണ്. ആ തരത്തിലുള്ള റമ്മും മൂന്തിയ തരം മദ്യപ്പുഴ തള്ളാകൂടെ ഒഴുക്കിയിട്ടിട്ടുണ്ടെന്ന് പറയുന്നു, പഠിപ്പിക്കുന്നു. ഇതിനെയാണോ പരിശുദ്ധ ഖുർആൻ എന്ന് വിളിക്കുന്ന? നാണം കെട്ടവന്മാരെ പരിശുദ്ധ എന്ന് പറയുന്ന വാക്കിന് തന്നെ വിലയില്ലാതാക്കി കളഞ്ഞല്ലോ. ഒരു കാമാത്തിപ്പുര 72 ഹൂറിമാർക്ക് റിപ്പയർ ആക്കി കൊടുക്കുന്നു. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വേറൊരു രസകരമായ സംഭവം എന്താണെന്നറിയാമോ? ഇവന്മാര് പോയി കാര്യം സ്ത്രീകളുടെ കന്യ 72 ഹൂറിമാരുടെ അടുത്ത് എന്റെ അപ്പേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വല്ല സ്വർഗത്തിൽ പോകുന്ന സമയത്ത് ഈ ഹൂറന്മാരായ തുലുക്കന്മാരെ നിനക്കൊക്കെ ഹൈ പ്രഷർ ഉള്ള വല്ല സാധനവുമാണോ അണ്ടിക്ക് വരെ വെച്ചിരുന്നത്? ജപ്പാൻ ഇറക്കി കൊടുക്കുന്ന ഹൈ പ്രഷർ ഉള്ള സാധനം വല്ലതും വെച്ചുവാണോ ഈ ഇരുമ്പിന്റെ സാധനം വല്ലതും ആണോ നിങ്ങളുടെ മുറിയണ്ടിക്ക് പകരം തരുന്നത്? തള്ളാകൂ അവിടെ. കാരണം 72 ഹൂറിമാരെ 24 മണിക്കൂറും ഭോഗിച്ചുകൊണ്ടിരിക്കുവാണല്ലോ ഹൈ പ്രഷറോടുകൂടി. നിങ്ങൾ ഒരെണ്ണത്തെ പോയിക്കും കൊടുക്കും. അപ്പൊ തള്ളാകും അവിടെ കൊണ്ടുപോകും, ആ മെഷീനിലിട്ട് ഇങ്ങനെ റിപ്പയർ ആക്കും. പിന്നെ അവളെ എന്ത് ചെയ്യും? കറച്ച് കന്യകയാക്കി വീണ്ടും തരും. പിന്നെയും ഭോഗിക്കും കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ പണി സ്വർഗത്തില് 24 hours നിങ്ങളുടെ അണ്ടി മെഷീൻ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണോ? മിക്കവാറും നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് റാംജി റാവ് സ്പീക്കിന്റെ വിളിക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ യന്ത്രം ഒന്ന് ഓഫ് ചെയ്യുന്നു ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയേണ്ടി വരും നിങ്ങളോട്. വൃത്തികെട്ട വർഗങ്ങള്. അപ്പൊ നമ്മുടെ സ്വർഗത്തിലെ കുണ്ടന്മാർക്ക് മാത്രമേ അവിടെ സ്വർഗമുള്ളൂ. സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും വന്നിട്ട് അവിടെ? എന്താ അവിടെ ചെയ്യുന്നത്? സ്ത്രീകൾ വന്ന് എന്ത് ചെയ്യും? അല്പം ലോജിക്ക് വേണ്ടടാ വിവരം കെട്ടവന്മാരെ. ഹൈ പ്രഷർ കൊടുക്കുന്ന യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ 24 മണിക്കൂറും മുറിയണ്ടിക്ക് മാത്രം പ്രവർത്തനം കൊടുത്തോണ്ടിരിക്കുന്നവന്മാര്. 24 മണിക്കൂറും പോകം ഇടവേള കിട്ടിയാൽ വാണം വിടും. എന്ത് വാണം വിടാനാ ഇവർക്ക്? ഇവർക്ക് എന്ത് വാണം വിടാനാ അവിടെ ഇരിക്കുന്ന? 24 മണിക്കൂറും വാണം വിടാനല്ലേ അവസരം കൊടുത്തു വെച്ചിരിക്കുന്നേ? 24 hours സ്വർഗത്തില് കാമാത്തിപ്പുര കെട്ടിക്കൊണ്ട് 24 മണിക്കൂറും ഓരോ റൂമിനകത്തും കയറി ഇറങ്ങി നടക്കും തള്ളാകും. 72 ഹൂറിമാര് കൊള്ളാമല്ലോ മോനെ. ആയത്തുള്ള ഖൊമേനി എങ്ങനെയുണ്ടടാ? 72 ഹൂറിമാര് കൊള്ളാം, സെറ്റപ്പ് സാധനമാ. അവിടെ പോയ ഇസ്മായിൽ ഖനയ്യയും യാഹിയ സിനിമാറും എല്ലാം കരയി അവിടെ കിടന്നിട്ട് ഹൂറിയില്ലാത്തതിന്റെ വേനയില്. നാണം കെട്ട എന്റെ ദൈവമേ, ഇതിനെ ഇപ്പോഴും പരിശുദ്ധ ഖുർആനെന്നും തള്ളാഹു എന്നും ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴും ആ തള്ളാഹുവിനെ വിളിക്കുന്നത് തള്ളാ കത്തോളീൻ എന്ന് ഒരു ഉളുപ്പൂല്ലാതെ വിളിക്കുക കാമാത്തിപ്പുര കെട്ടിയിട്ടിരിക്കുന്നവന്. കാമാത്തിപ്പുര സ്വർഗമാണെന്ന് പഠിപ്പിച്ച കൊതമത്. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിക്ക്. കാമാത്തിപ്പുര
കാമാത്തിപ്പുരയെ എന്തുവാ പ്രശാന്ത് PS എവിടെയോ വൈബ്രേറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് തള്ളാഹുവിന്റെ സ്വർഗത്തില് തള്ളാഹുവിന്റെ ഹൈ പ്രഷർ എന്തുവാ ഹൈഡ്രോൾക്ക് എന്തുവാ ഇന്ധനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ 24 hours. അതിന്റെ വൈബ്രേറ്റിന്റെ സൗണ്ടാണ് നീ കേൾക്കുന്നത്. സ്ത്രീകൾക്ക് ഹൂറന്മാരോ? സ്ത്രീകൾക്ക് ഹൂറന്മാരല്ല, തൂറന്മാരുണ്ട്. തൂറിക്കൊടുക്കും 24 മണിക്കൂറും പോയിട്ട് സ്ത്രീകൾക്ക്. സ്പിരിച്വൽ വൈഗ്ര അവൈലബിൾ ദേർ. അതേ മെൽവിൻ ബ്രദറെ, എന്റെ ദൈവമേ, ഇത്രയും പന്നത്തരവും ഇത്രയും വൃത്തികേടുകളും ഇത്രയും ആഭാസവും കൊണ്ടൊരു സ്ഥലം വേറെയുണ്ടോ പ്രിയ സഹോദരങ്ങൾ നിങ്ങൾ ലോകത്ത്? നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഈ കാണുന്ന സോണാക്കാച്ചി എന്തുവാ കൊൽക്കട്ടയിൽ പോയി കാണുന്ന സോണാക്കാച്ചിയെ വിശുദ്ധ സ്ഥലമെന്ന് നിങ്ങൾ പറയുമോ? എടാ തുലുക്കന്മാരെ, എടാ കൊതം തിന്നികളെ, നിന്നോടൊക്കെയാ ചോദിക്കുന്നത്. ഈ സോണാക്കാച്ചിയെ നിങ്ങൾ വിശുദ്ധ സ്ഥലം എന്ന് പറയുമോടാ വിവരം കെട്ടവന്മാരെ? നിങ്ങൾ റെഡ് സ്ട്രീറ്റിൽ പോയിട്ട് കാമാത്തിപ്പുരയെ നോക്കിയിട്ട് അത് വിശുദ്ധ സ്ഥലം എന്ന് പറയുമോടാ വിവരം കെട്ടവന്മാരെ? അല്പം ലോജിക്കോടെ ചിന്തിയില്ലടാ വിവരം കെട്ടവന്മാരെ, അല്പം ലോജിക്കോടെ ചിന്തിയില്. നിങ്ങൾ സോണാക്കാച്ചി എന്ന് പറയുന്ന എന്തുവാ കൽക്കട്ടയിൽ ചെന്നിട്ട് സോണാക്കാച്ചിയെ വിശുദ്ധ സ്ഥലം എന്ന് നിങ്ങൾ വിളിക്കുമോ? അതുപോലെ തന്നെ നിങ്ങൾ കാമാത്തിപ്പുരയെ വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുമോ? എന്തുകൊണ്ടാ? നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിക്ക് നിങ്ങൾക്കറിയാം അവിടെ നടക്കുന്നത് വേശ്യ പ്രവൃത്തിയാണ്, അതുകൊണ്ട് ആ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നിട്ടും 24 മണിക്കൂറും 72 ഹൂറിമാരെ കൊടുത്ത് ഓരോ റൂമിനകത്തും കയറി ഇറങ്ങി നടന്ന് നല്ല വൃത്തിയാണം കളി നടക്കുന്നുണ്ടോ എന്ന് തള്ളാകെ നോക്കി നടക്കുന്ന ആ വൃത്തികെട്ടവനെ ദൈവം എന്ന് വിളിക്കാൻ എങ്ങനെയാടാ നിനക്കൊക്കെ കഴിയുന്നേ? നിങ്ങൾക്ക് തലച്ചോറെന്ന് പറയുന്നതില്ല? നിങ്ങൾ മനുഷ്യകുലത്തിൽപ്പെട്ടവർ തന്നെയാണോ? ഒരു ദൈവം എന്ന് പറയുന്നവന് ഒരു ക്വാളിറ്റി വേണ്ടേ? ഒരു ക്വാളിറ്റി വേണ്ടേ? പ്രശാന്ത് PS അടുത്ത വെക്കേഷൻ ഇനി അങ്ങോട്ട് പോവാ, ഗോവയും തായ്ലൻഡും ഉപേക്ഷിച്ചു. ദൈവം എന്ന് പറയുന്നവന് ഒരു ക്വാളിറ്റി വേണ്ടേ? ഒരു ക്വാളിറ്റി വേണ്ടേ ദൈവം എന്ന് പറയുന്നവന്? 24 മണിക്കൂറും 72 ഹൂറിമാരും ഓരോ റൂമിനകത്ത് ഇട്ടിട്ട് പണി കൊടുത്തോണ്ടിരിക്കുക ഓരോരുത്തന്മാരും. അവന്റെ മുറിയണ്ടിക്ക് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ റൂമിലും പോയിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, അങ്ങനെ സുഖം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് തള്ള. അവിടെ കുറേമാരെ വെടിവെച്ചതിന്റെ സുഖം ഇവിടെ കിട്ടുന്നുണ്ട്, 10 പേരെ കൊന്നതിന്റെ സുഖം ഇപ്പൊ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തുലുക്കൻ. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. തള്ള ഡിസ്റ്റർബ് ചെയ്യാതെ തള്ള. ഇവിടെയേ ഉള്ളൂ 5 നേരം കുനിഞ്ഞിന്ന് കൊതം കൊടുത്ത് തള്ളാകുവേന്ന് വിളിക്കുന്നത്. അവിടെ തള്ളാകു വന്നു കഴിഞ്ഞാൽ തള്ളാകുവിനെ അടിച്ച് കണ്ട വഴി ഓടിക്കും. ഡിസ്റ്റർബ്, ഡോണ്ട് ഡിസ്റ്റർബ്. തള്ളാകുവിന് പോയി സംസാരിക്കാനുള്ള അവകാശം പോലും കിട്ടത്തില്ല. 72 കൂറിമാരെ മോനെ എങ്ങനെയുണ്ട് കൂറിമാരൊക്കെ? തള്ളാകു ഡോണ്ട് ഡിസ്റ്റർബ്. മൂട് പോയിന്ന് തള്ളാകുവിനോട് വേണമെങ്കിൽ പറഞ്ഞാളയും, തള്ളാകു വന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ. എന്തൊരു മനുഷ്യരാണ്! സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് വിവരം കെട്ടവന്മാരെ, ദയവ് ചെയ്ത് നിങ്ങൾ സ്വന്തം ബുദ്ധിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ജയചന്ദ്രൻ, അയ്യയ്യോ, ജയചന്ദ്രന്റെ അമ്മ തുലുക്കത്തിയാണെന്ന് തോന്നുന്നു, മുലകുടി സഹോദരിയാണെന്ന് തോന്നുന്നു. ജയചന്ദ്രൻ, നിന്റെ അമ്മ ഉസ്താദുമാർക്ക് കൊതം കൊടുക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാമാത്തിപ്പുരയിലെ 72 കൂറിമാരുടെ കാര്യമാണ്. നീ വിചാരിച്ച നിന്റെ ഉമ്മയുടെ അമ്മ ഉസ്താദുമാർക്ക് കൊതം കൊടുക്കുന്ന കാര്യം പറയുന്നെന്ന് വിചാരിച്ചിട്ടാണോ നിനക്ക് വിഷമം വന്നേ? ജയചന്ദ്രൻ ആണോ? ജയചന്ദ്രൻ തെറ്റിദ്ധരിച്ചു മോനെ, നീ വളരെ വളരെ തെറ്റിദ്ധരിച്ചു. ഞാൻ നിന്റെ അമ്മ കാമാത്തിപ്പുരയില് ഉസ്താദുമാർക്ക് കൊതം കൊടുക്കുന്ന കഥയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയചന്ദ്രൻ. ഡോണ്ട് പറയടാ, മനസ്സിലായോ ജയചന്ദ്രൻ? നിന്റെ അമ്മയും ഭാര്യയും
ഉസ്താദുമാർക്ക് കൊതം കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാമാത്തിപ്പുരയിലെ കാര്യമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലെ കാമാത്തിപ്പുരയിലെ കാര്യമാ. അവൻ തെറ്റിദ്ധരിച്ചു. അവൻ വിചാരിച്ചു അവന്റെ ഭാര്യയും അമ്മയും കൂടി എന്തുവാ തുലുക്കന്മാർക്ക് ഇപ്പൊ കൊതം കൊടുത്തോണ്ടിരിക്കുന്ന കാര്യം എങ്ങാണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്നാ. അവളുമാര് കൊതം കൊടുക്കട്ടെ, അവള് കൊതം വിശാലമാകട്ടെ, എന്നിട്ട് വേണം എന്തുവാ 2 കിലോ സ്വർണം ആ കൊതം വഴിക്ക് പൊളിച്ചെടുക്കാനായിട്ട്. മനസ്സിലായോ? ജയചന്ദ്രന്റെ അമ്മയുടെയും ഭാര്യയുടെയും കൊതം തുലുക്കന്മാര് വെളിച്ചെണ്ണ പ്രയോഗം നടത്തി വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കിലോ സ്വർണം അതിനകത്തൂടി വേണം ഇനി എന്ത് ചെയ്യാനായിട്ട്, ഇറക്കാനായിട്ട്. 2 കിലോയൊക്കെ കപ്പാസിറ്റി ഉണ്ടോടാ നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ജയചന്ദ്ര? തുലുക്കനുണ്ടായ മോനെ, ഒരു 2 കിലോയൊക്കെ ചുമന്നുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ? തുലുക്കന്മാര് കാമാത്തിപ്പുരയിലെ കാര്യം പറയുമ്പോഴത്തേക്ക് അവനവന്റെ അമ്മയുടെ ഗോതം പോയ കാര്യം പറഞ്ഞ. മുലകുടി സഹോദര ചെല്ല്, നിന്റെ അമ്മയുടെ മുല കുടിച്ചു ഭാര്യയുടെ മുല കുടിച്ചും കുറേമാര് കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ മുലകുടി സഹോദരന്മാർ. അതിന്റെ സ്നേഹം കാണിക്കാൻ വേണ്ടി വന്നതാണോ മുലകുടി സഹോദരൻ? അനീഷ് പി അബ്രഹാം, ഒരുത്തനും ഇപ്പൊ റീന റോക്കറ്റ് പറപ്പിക്കുമെന്ന് വിചാരിച്ചതേ ഉള്ളൂ, ദാ ഇപ്പൊ വന്നു. അടിപടിക്കാൻ വരുന്ന സഹോദര, ഞാൻ എന്ത് ചെയ്യാനാ? ഇവന്മാര് അടിപടിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ. അടി മേടിക്കുന്നവന് കണ്ട ഇതൊക്കെ ഉണ്ട്, പക്ഷെ കുണ്ടനാന്നേ ഉള്ളൂ. കാഴ്ചക്ക് ഡീസന്റ് ആയിട്ടൊക്കെ തോന്നും, മനസ്സിലായോ? പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും കുണ്ടനാണെന്ന് ഡീസന്റ് ആണെന്ന്, പക്ഷെ കുണ്ടനാ. കോഴിക്കോട് പോയി കുണ്ടി കാണിച്ചു കൊടുത്ത് കാര്യം നടത്തുന്ന കുണ്ടിയുടെ മോന ഇത്. ജയചന്ദ്രൻ അപ്പം ജയചന്ദ്ര, ഞാൻ നിന്റെ കാര്യമല്ല പറഞ്ഞു, നിന്റെ അമ്മയുടെയും ഭാര്യയുടെയും കൊതം കൊടുപ്പിന്റെ കാര്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ 72 കൂറിമാരുടെ കഥയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജയചന്ദ്രൻ ചെന്ന് ഭാര്യമാരുടെ കൊതത്തില് ഇപ്പൊ എന്തുവാ എണ്ണ എന്ത് ചെയ്യുക, എണ്ണ തീർന്നിട്ടുണ്ടാകും. അപ്പൊ എത്രയും പെട്ടെന്ന് പോയി വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക ചെല്ല്. അവരുടെ കൊതത്തിനകത്തോട്ട് തേക്കാൻ, അല്ലെങ്കിൽ അവർ കൊതം പൊളിഞ്ഞ് ജാകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും, അമ്മയും ഭാര്യയും കൂടി. കേട്ടോ ജയചന്ദ്ര? ഓട് കഴുതേ കണ്ടം വഴിക്ക് നേരെ. കൊല്ലാതെ മേടമെന്നോ? ഈ വൃത്തികെട്ടവന്മാരെ കൊല്ലുകയല്ല വേണ്ടത്, കാളാമണ്ടം വെട്ടി അടിക്കുക വേണ്ടത്. കാളാമണ്ടം വെട്ടി അടിക്കണം ചെറ്റകള്. ഒരു വൃത്തികെട്ട മതം, കൊതമതം, നാട് നശിച്ച് പണ്ടാറമടങ്ങി ഒരു ലോജിക്കുമില്ലാതെ. എന്നാ ആ മതത്തിനോടാണ് എല്ലാവർക്കും കൂറും. ഈ കൊതമതത്തിന് ഒരു ലോജിക്കും ഇല്ലെങ്കിലും ആ തള്ളാഹുവിനെ വിളിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ഗവൺമെന്റ്. മാക്സ് ഡോണെ പ്ലീസ് സ്വന്തം പ്രൊഫൈലിൽ വരും. എന്നെ ഒരു തെറി വിളിക്കാനൊക്കെ വരുന്നതല്ലേ, അതിനെന്താ? സ്വന്തം പ്രൊഫൈലൊക്കെ യൂസ് ആക്കിക്കൊണ്ട് വന്ന് ധൈര്യമായിട്ട് തെറി വിളിച്ചോളൂ, നോ പ്രോബ്ലം. ജയചന്ദ്രനെയൊക്കെ പോലെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വാ, അല്ലാതെ നീ ഇങ്ങനെ വന്ന് മനസ്സിലായോ? ആ തുലുക്കന്റെ മതത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആ മതത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ മതത്തെ പറയാൻ പാടില്ല, മതനിന്ദ നടത്തരുത്, എല്ലാ തോന്നിയവാസം മതം വഴിക്കും നമുക്ക് നടത്താം. മതത്തെ പറയാൻ പാടില്ല, കാണിക്കുന്ന തോന്നിയവാസങ്ങളൊന്നും പറയാൻ പാടില്ല. പക്ഷെ എന്ത് തോന്നിയവാസവും നമുക്ക് ആ മതത്തിന്റെ പേരിൽ നടത്താം. ഇതാണ് ലോകം. അത്രമാത്രം അധംപതിച്ച് കിടക്കുകയാ നശിച്ച വർഗങ്ങള്. ഒരു നന്മയുമില്ലാത്തൊരു മതം. ലോകത്ത് ഒത്തിരി മതങ്ങളുണ്ട്, പക്ഷെ ഇതുപോലെ നന്മയില്ലാത്തൊരു മതം. നാട്ടുകാരെ കൊന്ന 72 കൂറിയും സ്വർഗവും കൊടുക്കാമെന്ന് പറഞ്ഞത് അല്ലാഹു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവന്മാർ എന്ന് നന്നാകുമോ, എന്ന് ഇവന്മാരുടെ തലച്ചോറ് ഉണർന്ന് സ്വയം ചിന്തിച്ച് തുടങ്ങുമോ എന്ന് എനിക്കറിയത്തില്ല പ്രിയ സഹോദരങ്ങളെ. അതിന് ചാൻസ് കുറവാ. അപ്പോഴും 72 കൂറിക്ക് വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടാൻ ഇപ്പോഴും ആ ഒരു അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു മൂഢജനത, സ്വയം നശിച്ച് നാറാണക്കലെടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ, യഹൂദൻ എന്ന് പറയുന്നത്
ആരെക്കൊണ്ടും, ഈ ലോകത്തിലെ ഒറ്റ ശക്തിയെ കൊണ്ടും അവരെ തോൽപ്പിക്കാനോ അവരെ തകർത്ത് കളയാനോ അവരെ മുടിച്ചു കളയുവാനോ പറ്റത്തില്ല. യഹൂദൻ മതി, യഹൂദൻ ഭൂമിയിൽ അവശേഷിച്ചാ മതി. ഈ ലോകത്തിലെ സകല നൗഫൽ കൊതമതേ, ഒരു മിനിറ്റ് വിജയ സഹോദരങ്ങളെ. നൗഫൽ കൊതമതിന് ഒരു ഈ മുഹമ്മദ് എന്ന് പേരിടുന്നവന്മാരെല്ലാം ഈ വൃത്തികെട്ടവന്മാരായിട്ട് വരുന്നത്. അല്ലാത്തവന്മാർക്ക് ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? ഈ മുഹമ്മദ് എന്ന് പേരിടുന്നവന്മാർക്ക് മാത്രമുള്ളൊരു സോക്കേടാ. നൗഫൽ കൊതമത്, നൗഫൽ മുഹമ്മദേ, ഉമ്മ കാന്തപുരത്തിന്റെ മൂട്ടിന്റെ താഴെ വായും വെച്ച് ഇരിപ്പുണ്ടെന്ന് പറയുന്ന കേട്ട്. ഇപ്പൊ കാന്തപുരം തൂറിയിടുന്നത് മുഴുവൻ നിന്റെ ഉമ്മയാണല്ലോ പിറക്കി തിന്നുന്നത്. കാന്തപുരത്തിന് ഇപ്പൊ കക്കൂസി തൂറാൻ പറ്റാത്തത് കൊണ്ട് നിന്റെ ഉമ്മ കാന്തപുരത്തിന് താഴെ പോയി വായും തുറന്നിരിപ്പുണ്ടെന്നാ പറയുന്നത് കേട്ടത്. നൗഫൽ കൊതമതേ, പറഞ്ഞ മനസ്സിലായോ? നിന്റെ ഉമ്മ കാന്തപുരത്തിന് വായും തുറന്നു വെച്ചിരിപ്പുണ്ടെന്നാ പറയുന്നത് കേട്ടത്. അതുകൊണ്ട് നിന്റെ ഉമ്മയുടെ വായിക്കാത്തൂടി ഇപ്പം കാന്തപുരത്തിന്റെ തീട്ട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേഗം പോയി കഴുകിക്കൂടി, ഇല്ലെങ്കിൽ ഉമ്മ അവിടെ ഛർദിച്ച് എന്ത് ചെയ്യും? ചാകും. മനസ്സിലായോ? കേട്ടോടാ നൗഫൽ കൊതമതേ. എന്തി നൗഫൽ കൊതമത് എന്തിയെ? ഓടിയോ? എന്തിയടാ നിന്റെ കമന്റ്? പന്നിവാണത്തിലുണ്ടായവനെ നൗഫൽ കൊതമതേ, എന്തി നിന്റെ കമന്റ് എന്തിയെ? പന്നിവാണത്തിലുണ്ടായവൻ കമന്തി മുക്കി ഓടി. നായിന്റെ മോന്. സഹോദരങ്ങളെ, നൗഫൽ കൊതമത് പന്നിവാണത്തിനുണ്ടായവൻ കമന്റും മുക്കിക്കൊണ്ട് ഓടി. അവന് ഉമ്മ കാന്തപുരത്തിന്റെ കക്കൂസിൽ പോയി, കാന്തപുരത്തിന് എണീറ്റ് നടക്കാൻ വയ്യാത്തതുകൊണ്ട് കക്കൂസിൽ പോയി കാന്തപുരത്തിന് തൂറാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മാന്റെ വായും തുറന്നു വെച്ചിട്ടാ ഉമ്മ അങ്ങ് ഇരിക്കുന്നത്. അവന് തൂറാൻ മുട്ടി ഓടി. റജി വർഗീസ്, അതെ, അവന് തൂറാൻ മുട്ടി ഓടിയതാ. ഷാജഹാൻ, PMK ഷാജഹാൻ, പോടാ ഊളെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടികൊണ്ട് കണ്ടം വഴി ഓടിയവനാ. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക കൊണയ്ക്കാനായിട്ട്. ഇപ്പോഴും വന്നിരിക്കുക ഇവിടെ വന്ന് കൊണയ്ക്കാനായിട്ട്. കണ്ട വഴി ഓടിയതാ അവന് മനസ്സിലായി. ഈ വഴിക്ക് നിന്ന നാറത്തേ ഉള്ളെന്നുള്ളത് അവന് മനസ്സിലായി. അതുകൊണ്ട് അവന് ഓടി കണ്ടം വഴിക്ക്, മുണ്ടും പൊക്കി. എന്തായാലും കേരളത്തിലെ തുരുക്കന്മാര് റീനയുടെ പേജ് എത്തി നോക്കും, വരുന്ന വഴിക്ക് കണ്ടം വഴിക്ക് ഓടും. മിഡിൽ ഈസ്റ്റിലെ തുലുക്കന്മാര് മുതൽ ഇസ്രായേലിനെ എത്തി നോക്കും, കണ്ടം വഴിക്ക് ഓടും. അതിപ്പോ ഒരു ട്രെൻഡായി മാറിയിരിക്കുക. കേരളത്തിലെ തുലുക്കന്മാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിരുന്നു യെരുശലേമിൽ നിന്നും റീന. അതാണ് സത്യത്തില് കേരളത്തിലെ തുലുക്കന്മാർക്ക്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്നത് പോലെ ഏതെങ്കിലും ഒരു തുലുക്കന് നിങ്ങൾ തന്നെ പറ. ഞാൻ അടിച്ച് കണ്ടം വഴി മലത്ത് നടക്കി കൊതമതിനെ ഏറി കയറ്റുന്ന കേരളത്തിലെ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? തള്ളാകുനെ ഏറി കയറ്റുന്ന മലയാളികൾ ആരെങ്കിലും ഉണ്ടോ?
എക്സ് മുസ്ലിങ്ങൾ പോലും ഇങ്ങനെ തള്ളാഹുവിനെ ഏറി കയറ്റാറില്ല, കൊതമതിനെ ഏറി കയറ്റാറില്ല. അവരുടെ മയത്തിനെ ഏറി കയറ്റാറുള്ളൂ. മനസ്സിലായോ? കാരണം അതാണ് അതിന്റെ പ്രത്യേകത. മഹേഷ് യൂറ്റി ചേച്ചി കാന്തപുരത്തിന്റെ കക്കൂസിൽ പോയി. അതാ കാന്തപുരത്തിന്റെ കക്കൂസിൽ ഉമ്മ ഉണ്ടോന്ന് നോക്കാൻ പോയതാ അവൻ. ഉമ്മ സത്യത്തിൽ ഇപ്പൊ കാന്തപുരത്തിന്റെ കക്കൂസിൽ തന്നെയാണോ ഉള്ളത്, അതോ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. കമന്റും വന്നിട്ടിട്ടുണ്ടല്ലോ, ഒറ്റ ഓട്ടം. ജോസ് കെ സാമുവൽ പ്ലീസ്, നല്ല ഭാഷ. അപ്പൊ പിന്നെ ഞാൻ എന്തോ മോശം ഭാഷയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജോസ് കെ സാമുവല്, എടാ അത് പറയാനും സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വാടാ വിവരം കിട്ടവനെ. നിനക്കൊക്കെ ആണും പെണ്ണും കേട്ട ശിഖണ്ഡികളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാതെ തൻ്റെ ഇടത്തോടെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാണ് തൻ്റെ ഇടം കാണിക്കും. നിങ്ങൾ രംഗത്തുവാ, പുറത്തിറങ്ങ്. നിങ്ങളുടെ ചട്ടക്കൂടുകളെല്ലാം പൊട്ടിച്ചു മാറ്റി നിങ്ങളൊരു മനുഷ്യനായിട്ട് ഒരാണിനെ പോലെ ഇങ്ങ് പുറത്തേക്ക് വാ. അതാണ് നിങ്ങൾക്ക് നല്ലത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? അനീസ് KLR അടിച്ചാൽ തിരിച്ചടിക്കും. കണ്ടോ, അനീസിന് പോലും കാര്യം മനസ്സിലായി. അനീസ് KLRന് പോലും കാര്യം മനസ്സിലായി. അടിച്ചാൽ എന്ത് ചെയ്യും? തിരിച്ചടിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവന്മാർ ഓടുന്നതെന്നുള്ളത്. മുഹമ്മദ് അഷ്റഫ് കുരിക്കല്, വെയിറ്റ് ആക്കും മോനെ, ഇപ്പൊ തരാം, വിഷമിക്കണ്ടായേ. മുഹമ്മദ് അഷ്റഫ് കുരിക്കല്, നമുക്ക് വിഷമിക്കണ്ട, ഇപ്പൊ തരാം മക്കളെ, ഡോണ്ട് വറിടാ. മുഹമ്മദ് അഷ്റഫ് കുരിക്കലിന് ഒരു മോഹം, നമുക്കത് തീർത്തു കൊടുത്തേക്കാം. മുഹമ്മദ് അഷ്റഫ് കുരിക്കലേ, ഡോണ്ട് വറി കുട്ടാ, ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ. കുറച്ച് കഴിയുമ്പോ ചത്തു പോവേ. ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ. ഒരു മിനിറ്റ്. മുഹമ്മദ് അഷ്റഫ് കുരിക്കൽ, കുരിക്കൽ, എന്ത് പേരടാ? മുഹമ്മദ് അഷ്റഫ് കുരിക്കലോ? സഹോദരങ്ങളെ, ഇതാ മുഹമ്മദ് അഷ്റഫ് കുരിക്കലിന്റെ ഭാര്യയുടെ കൊതത്തിലോട്ട് ഇറാൻ മിസൈൽ അടിച്ചടിച്ച് കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവന്റെ ഭാര്യ ഇറാന്റെ കാൽക്കൽ വീണ് എന്ത് ചെയ്തു? കരയുവാണെന്ന്. എന്റെ കൊതം പൊളിക്കല്ലേ ഇറാനെ, ഇങ്ങനെ നിങ്ങൾ കൊതം പൊളിച്ചു കഴിഞ്ഞാൽ എന്റെ കൊതം പാളിസായി പോകും. അതുകൊണ്ട് ഒന്നാതെ തുലുക്കന്മാരെല്ലാം കൂടി എന്റെ കൊതം പൊളിക്കുക. ഇനിയിപ്പോ നിങ്ങളും കൂടി നിങ്ങളുടെ മിസൈലിട്ട് എന്റെ കൊതം പൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അഷ്റഫ് കുരിക്കലിന്റെ ഭാര്യ ഉമ്മച്ചി എന്ത് ചെയ്യുമായിരുന്നു? ഇറാന്റെ കാൽക്കൽ വീണ് കരയുമായിരുന്നു, എന്റെ കൊതം ഇനി പൊളിക്കല്ലേ, എന്റെ കൊതം ഇനി പൊളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഇറാൻ എന്ത് ചെയ്തു? വിചാരിച്ചെന്നാ യുദ്ധം നിർത്തിയേക്കാന്ന് പറഞ്ഞ അങ്ങനെ ഇറാൻ യുദ്ധം നിർത്തിയത്. എവിടെ കൊതം പൊളിയുന്നത് കണ്ടപ്പം വിഷമിച്ച് ഇവളുടെ കണ്ണുനീര് കണ്ട് സഹിക്കാൻ പറ്റാതെ ആ യുദ്ധം നിർത്തിപ്പോയതാന്ന നമ്മുടെ മുഹമ്മദ് അഷ്റഫ് കുരിക്കൽ പറയുന്നത്. നമുക്ക് മുഹമ്മദ് അഷ്റഫ് കുരിക്കലിനെ ഒന്ന് പരിചയപ്പെട്ടേക്കാം പ്രിയ സഹോദരങ്ങളെ. ഇതാണ് നമ്മുടെ മുഹമ്മദ് അഷ്റഫ് കുരിക്കല്. ഇറാൻ അടിച്ചു കൊടുത്ത മിസൈലിനകത്ത് എന്ത് ചെയ്യാം? അവന്റെ ഭാര്യയുടെയും ഉമ്മേന്റെയും ഗുണ്ടിക്കകത്തോട്ട് കയറി ഇറങ്ങി കൊതം പൊളിയുന്നത് കണ്ടപ്പം അവര് കൂട്ടക്കരച്ചില്. ഞങ്ങളുടെ കൊതം പൊളിക്കല്ലേ, മതിയേ ഞങ്ങളുടെ കൊതം പൊളിച്ചത് മതിയേ എന്ന് പറഞ്ഞ് കൂട്ടക്കരച്ചിൽ കരഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു?
ഇറാൻ എന്ത് ചെയ്തു? ഒരു മനസാക്ഷിയോടെ ഇതാണ് ഉമ്മ എന്ന് തോന്നുന്നു. ഈ ഉമ്മയുടെയൊക്കെ കൊതം പൊളിച്ചാൽ എങ്ങനെ ഇരിക്കൂടാ മുഹമ്മദ് അഷറഫെ കുരിക്കലേ? സത്യത്തിൽ ഇവരെ കണ്ട മനസ്സ് തോന്നി അവൻ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ആ വൃത്തികെട്ടവനെ നിങ്ങൾ കാലേവാരി അടിക്കുക തന്നെ വേണം. കേട്ടോ മുഹമ്മദ് അഷറഫെ കുരിക്കലേ? പറഞ്ഞു പിടികിട്ടിയോ? എന്തായാലും നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും കൂടി കരഞ്ഞു മെഴുകിയിട്ടാണെങ്കിലും ഇറാന്റെ കൊതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയല്ലോ നിങ്ങൾ. അതിന് ദൈവത്തിന് നിങ്ങളുടെ തള്ളാഹുവിൻ്റെ നന്ദി പറ. നിങ്ങൾ കരഞ്ഞു മെഴുകിയാണെങ്കിലും ഇറാൻ ഇങ്ങനെ കൊതം വീർപ്പിക്കാതെ നിങ്ങൾ രക്ഷപ്പെട്ട് കിട്ടിയതിന്. ഇല്ലെങ്കിൽ ഈ ഉമ്മയുടെയൊക്കെ കൊതം എന്തായിത്തീരും എന്ന് ആലോചിച്ച് നോക്കിയടാ മുഹമ്മദ് അഷറഫെ ഊളയ്ക്കുണ്ടായവനെ. എടാ നീയൊക്കെ ആണായിട്ട് തന്നെയാണ് അവിടെ നടക്കുന്നത്, കൊതം പൊളിക്കാൻ ഇറങ്ങി നടക്കുന്ന നാണം കെട്ടവനെ. നിനക്കൊക്കെ എങ്ങനെയാടാ സാധിക്കുന്നു ഉവ്വ ഇതൊക്കെ? എങ്ങനെ സാധിക്കുന്നടാ ഉവ്വ നിനക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? കൂതറയ്ക്കുണ്ടായവനെ. നിന്നെയൊക്കെ കണ്ട വിദ്യാഭ്യാസം ഉള്ളവനെ പോലെയും ഒക്കെ തോന്നിയിട്ട് ഇറാന്റെ കോതം അവിടെ പൊളിഞ്ഞു കിടക്കുമ്പോ പോലും വന്നിരുന്നിട്ട് വാണം വിട്ട കഥ പറയുന്ന നായിന്റെ മോനെ, നിന്നെയൊക്കെ എന്താ പറയേണ്ടത്? നീക്ക പിന്നെ ബുദ്ധി തലച്ചോറുള്ളവനാണെങ്കിൽ നിന്റെ ഉമ്മാന്റെ കൊതം പൊളിച്ച കഥ വന്ന് ഇവിടെ പറയുവോ? എടാ അഷറഫേ, മുഹമ്മദ് അഷറഫേ, നീ അല്പമെങ്കിലും തലച്ചോറുള്ളവനായിരുന്നെങ്കിൽ ഇമ്മാതിരി കരഞ്ഞു മെഴുകുമായിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പൊ അതാ പറയുന്ന തള്ളാഹുവിന്റെ മോന് എത്രയെല്ലാം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നീയൊക്കെ എത്രയാണെങ്കിലും സാംസ്കാരിക ലോകത്ത് ജീവിച്ചാൽ പോലും നീയൊക്കെ വെറും കഴുതകളാണെന്ന് സ്വയം അങ്ങ് തെളിയിക്കുക. അണ്ടം കീറി കിടക്കുന്ന ഇറാനെ കുറിച്ച് വെല്ലുവിളിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുക. ഭാര്യയുടെ ഗോതം കീറി പൊളിച്ചു കൊടുത്തപ്പോഴത്തേക്കും പോയിരുന്ന് ഭാര്യയും ഉമ്മയും കൂടി അങ്ങ് കരഞ്ഞൂന്ന്, ഞങ്ങളുടെ ഗോതം ഇനി പൊളിക്കല്ലേ, മതിയേ, ഞങ്ങളുടെ ഗോതം പൊളിഞ്ഞു കിടക്കുവാണേ, ഞങ്ങളുടെ 6 വിമാനത്താവളങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ ഗോതം പൊളിഞ്ഞപ്പോഴത്തേക്കും. അയ്യോ, ഞങ്ങളുടെ കമാൻഡർമാർ മുഴുവനും ചത്തുപോയി ഞങ്ങളുടെ ഗോതം പൊളിഞ്ഞപ്പോഴത്തേക്കും. അയ്യോ, ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ മുഴുവനും ചത്തുപോയി ഞങ്ങളുടെ ഗോതം പൊളിഞ്ഞപ്പോഴത്തേക്കും എന്ന് ഉമ്മായും ഭാര്യയും കൂടി അങ്ങ് കരച്ചിലായി. ഇവരുടെ ഗോതം പൊളിയുമ്പോഴത്തേക്കും ഇറാന്റെ വിമാനത്താവളങ്ങൾ തകരും, ഇവരുടെ ഗോതം പൊളിഞ്ഞാൽ. കാരണം ഇവരുടെ കൊതവും ഇറാന്റെ വിമാനത്താവളവും കൂടിയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായി? ഇവരുടെ കൊതവുമായിട്ട് ചേർത്ത ഇറാന്റെ വിമാനത്താവളവും ഇറാന്റെ ഇവളുടെ കൊതവും ഇറാന്റെ വിമാനത്താവളവും കൂടി കണക്റ്റഡാ. ഇവളുടെ കൊതവും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും കണക്റ്റഡാ. ഇവളുടെ കൊതവും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ കൊതവും കണക്റ്റഡാ. അപ്പം ഇവളുടെ കൊതം പൊളിയുമ്പം അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ തകരും. ഇവളുടെ കൊതം പൊളിയുമ്പോഴത്തേക്കും അവിടുത്തെ താവളങ്ങൾ പൊട്ടിപ്പോകും. ഇവളുടെ കൊതത്തിലോട്ട് മിസൈൽ കറക്റ്റായിട്ട് ഇവളുടെ കൊതത്തിലോട്ട് മിസൈൽ കയറുമ്പോഴത്തേക്കും അവിടെയുള്ള ഓരോന്നോരോന്ന് നശിക്കും. അങ്ങനെ ഇവർക്ക് പിന്നെ സഹിക്കാൻ പറ്റാതെ ഇവള് പിന്നെ പോയി അവന്റെ കാലിൽ വീണ് കരഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ഇപ്പം ഇറാൻ എങ്ങാണ്ട് യുദ്ധം നിർത്തിയെന്നാ അവൻ പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? പിടികിട്ടിയോ? അരുൺ ചന്ദ്രൻ, ഒരു മിനിറ്റ്. അരുൺ ചന്ദ്രനെ, വിഷമിക്കണ്ട മോനെ, ഇപ്പൊ തരാം. അരുൺ ചന്ദ്രൻ, ഡോണ്ട് വറി. ഒരു മിനിറ്റ്. എന്തിയാ ഓടിയോ? എന്തിയുടെ അരുൺ ചന്ദ്രൻ? അരുൺ ചന്ദ്രൻ കണ്ട വഴി ഓടിയോ? ഇവരം കെട്ടവന്മാര്.
എത്ര അടി കൊണ്ടാലും പഠിക്കാത്ത കൂതറകൾ, എത്ര അടി കൊണ്ടാലും നന്നാകത്തില്ല. എന്നെ തല്ലണ്ട അമ്മാവൻ, ഞാൻ നന്നാകത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക കുറെ കൂതറകള്. അതുകൊണ്ട് സകല കൂതറകളോടും പറയുക, മുഹമ്മദ് അഷറഫ ഇന്നത്തെ ഏറ്റവും വലിയ കുണ്ടനുള്ള പുരസ്കാരം മേടിച്ചുകൊണ്ട് ഓടി. എന്ത് ചെയ്തത്? അതെ, കൊതമേനി എല്ലാ മുറിയണ്ടികളെയും കുരുതിക്ക് കൊടുത്തിട്ട് കൊതമേനി ഒളിവില. കൊതമേനി വങ്കറില്ല ഇപ്പോഴും, എല്ലാ തുലുക്കന്മാരെയും കുരുകൾ. സമാധാനമായി കർത്താവ്. യുദ്ധം തീർന്നതോടുകൂടി തുലുക്കന്മാരെന്റെ പേജിൽ നിന്നുള്ള ഓട്ടം കുറഞ്ഞ്. കാരണം ഇനി വന്ന നാണം കെട്ട് കണ്ടം വഴി ഓടേണ്ടി വരുമെന്ന് തുലുക്കന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് തുലുക്കന്മാർ ഇനി ഈ വഴിക്കൊന്നും വരത്തില്ല. ഇനി ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ തുലുക്കന്മാര്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് കുറെ സിവിലിയൻസ്, 10-30 സിവിലിയൻസിനെ അവർക്ക് നഷ്ടപ്പെട്ടു. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിവിലിയൻസിന് ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും പോകാത്ത സിവിലിയൻസിനാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അല്ലാതെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. കെട്ടിടങ്ങൾ തകർന്നു, അതിന്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുക. പല കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ കാണിച്ചു തന്നെയാണ്. അങ്ങനെ ഇസ്രായേലിന് നഷ്ടമാകാനായിട്ട് ഒന്നുമില്ല. ഇവർക്ക് വിജയം എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് 24 ന്യൂസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് കരഞ്ഞു മെഴുകുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ടും തലച്ചോറ് വികസിക്കാത്ത ഈ പൊട്ടന്മാരോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. പ്രിയ സംഘടന, പോത്തിനോട് വേദം ഓരിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. 1000 തുലുക്കന് അര റീന മതി. 1000 തുലുക്കന് ഇവന്മാരെ ഇതുപോലെ ഏറി കയറ്റിയിട്ടുള്ള വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും ഒരു മലയാളി നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇവന്മാർ എന്റെ അടുത്ത് വന്ന് അടി വാങ്ങിച്ചിട്ട് എരന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന കണക്ക് വേറെ ആരുടെന്നെങ്കിലും ഇവന്മാർ അടി പിടിക്കാറുണ്ടോ? കേരളത്തിലെ മുസ്ലിങ്ങൾ പോലും ഇങ്ങനെ തള്ളാഹുവിനെയും കൊതമതിനെയും ഏറി കയറ്റിയിട്ടുണ്ടാകത്തില്ല. എന്നാ പോലും ഇവന്മാർക്കൊരു നാണവും മാനവും ഉളുപ്പും ഉണ്ടോ? അതുപോലും ഇല്ലാത്തവന്മാര്. അതുകൊണ്ട് എന്നോട് കളിക്കാനും ചൊറിയാനും വേണ്ടി വരല്ലേ ദയവ് ചെയ്ത്. നിങ്ങൾ അതിനൊന്നും വളർന്നിട്ടില്ല എന്നോട് വന്ന് ചൊറിയാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ആരാന്ന് ഇതുവരെയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ ആരാന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇസ്രായേൽ ആരാന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ തുലുക്കന്മാർ വന്ന് അടി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യത്തില്ലായിരുന്നു, മോങ്ങത്തില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഞാൻ ആരാന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് എന്ത് ചെയ്യത്തില്ലായിരുന്നു, ഇതുപോലെ ഏറുന്ന അടി പേടിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും പറയുകയാണ്, ഇതുവരെയ്ക്കും ഇസ്രായേലിനെ ദൈവം വഴി നടത്തി, ഇനിയും വഴി നടത്തും. ഒരിക്കലും ഇസ്രായേൽ ആരുടെയും മുമ്പിൽ ഇനി തലകുനിച്ചും തോറ്റും പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവരുടെ തല അവരെന്നും ഉയർത്തി തന്നെ നിൽക്കും. ഈ യുദ്ധമൊന്നും ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നുമില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം കൊതമേനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കൊതമേനിക്ക് ചോർച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അത് ചൊറിയാൻ ഇങ്ങോട്ട് വരും, ഇരന്ന് വേടിക്കുകയും ചെയ്യും. അങ്ങനെ കൊതമേനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരയ്ക്കും കൊതമേനി തന്റെ ചൊറിച്ചിൽ നടത്തത്തില്ല, ഇസ്രായേൽ അടി കൊടുക്കുന്നതും നിർത്തത്തില്ല. അതുകൊണ്ട് യുദ്ധം ഇപ്പോൾ നിർത്തി എന്നൊക്കെ പറഞ്ഞാലും ഇത് തിരിച്ചു വീണ്ടും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ എന്തായാലും നിന്നുപോയ യുദ്ധത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം കുറെ പാവം ജനതയ്ക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എന്നാലും യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആരോടും അങ്ങോട്ട് ഇസ്രായേൽ യുദ്ധത്തിനും പോകാറില്ല. പക്ഷെ ഇങ്ങോട്ട് വരുന്നവന്മാരെ ഇസ്രായേൽ കാലേ വാരി തല്ലാതിരിക്കാറുമില്ല. അപ്പോൾ എല്ലാവർക്കും ലഹിത്രോത്ത്.